ഹായ് എവരി വൺ. ഇന്ന് നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഫൈനൽ ആപ്പ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അനാട്ടമിയിൽ എന്ത് പഠിക്കണം, അനാട്ടമിയിൽ എന്ത് പഠിക്കണ്ട എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തരാനുള്ളത്, അനാട്ടമി ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതായിരിക്കും ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന പല കുട്ടികളും ഒരു കാര്യം ഓർക്കുക, കഴിഞ്ഞ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കിൽ നിന്നും ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് എല്ലാം ഡിസ്കഷൻ ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അനാട്ടമി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോർഫോളജിയെ കുറിച്ച് ഡിസ്കഷൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അനാട്ടമി, അല്ലേ, എക്സ്റ്റേണൽ ആയിരുന്നു മോർഫോളജി എങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇത് അനാട്ടമി എന്ന് പറയുന്നത്. ഒരു ടിഷ്യൂ, ഒരു പ്ലാന്റിൽ, നമ്മളുടെ ബോഡിയിൽ അനാട്ടമി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു പ്ലാന്റിന്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ അതൊരു ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ ഒരു പ്ലാന്റിന്റെ ടിഷ്യൂസ് എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അത്തരം ടിഷ്യൂസുകൾ ആ പ്ലാന്റിന് എന്ത് തരം അഡാപ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യും. എല്ലാ പ്ലാന്റിലും കാണുന്ന ടിഷ്യൂ ഒരേപോലെയല്ല, ലീഫിൽ കാണുന്ന ടിഷ്യൂ ഒരേപോലെയല്ല, ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഓർഗനിൽ കാണുന്നത് ഒരേപോലെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അല്ലെ. അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആണ്. ഒരു അനാട്ടമി പഠിക്കുന്നത് വഴി, ഒരു പ്ലാന്റിന്റെ അനാട്ടമി പഠിക്കുന്നത് വഴി ആ പ്ലാന്റിന് എന്തൊക്കെ തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേരിയസ് എൻവിറോൺമെന്റ്, നിങ്ങൾക്കറിയാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് വിവിധ തരത്തിലുള്ള വൈഡ് റേഞ്ചിലുള്ള എൻവിറോൺമെന്റിൽ കാണപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ അനാട്ടമി ചില ഫീച്ചേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുക എല്ലാവരും. അനാട്ടമിയെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ. വീണ്ടും ടിഷ്യൂ എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്താണെന്നറിയോ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ഹാവിങ് കോമൺ ഒറിജിൻ ആൻഡ് യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫങ്ഷൻ. ഇത് ഒരു സെല്ലാണ്. ഇത് സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ന്യൂക്ലിയസും സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂക്ലിയസും സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സെല്ലുകളുടെ ഗ്രൂപ്പ് അവരെല്ലാം ഒറിജിൻ ചെയ്തത് ഒരു സ്ഥലത്തു നിന്നാണെന്ന് നമ്മൾ പറയുന്നു. ഈ സെല്ലുകൾ കോമൺ ഒറിജിൻ ഒരു പ്ലാന്റിൽ, ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ് പ്ലാന്റിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ് പ്ലാന്റിൽ ഉണ്ട്. പ്ലാന്റിൽ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, ഡിവൈഡ് ചെയ്യാത്ത ടിഷ്യൂസുകളുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക, എല്ലാവരും ഇതൊരു ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക. ഈ ടിഷ്യൂവിലുള്ള എല്ലാ സെല്ലുകൾക്കും ഡിവൈഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേര് മെരിസ്റ്റം എന്നാണ് വിളിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു മെരിസ്റ്റം എന്ന് പറയുന്ന ടിഷ്യൂ, അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എന്നാൽ ചില സെല്ലുകൾ ഡിവൈഡ് ചെയ്യാതെ ചില ഫങ്ഷൻസുകൾ ഏറ്റെടുത്തിട്ടുണ്ടാവും. അത്തരം സെല്ലുകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവും. മെരിസ്റ്റത്തിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. അതായത് മെരിസ്റ്റത്തിൽ കാണുന്ന അതേപോലെയുള്ള സെൽവാളായിരിക്കില്ല, മെരിസ്റ്റത്തിൽ കണ്ട അതേപോലത്തെ പ്രോട്ടോപ്ലാസത്തിന്റെ കണ്ടന്റ് ആയിരിക്കില്ല. സെൽവാളിന്റെ തിക്നെസ്സിൽ മാറ്റം വന്നിരിക്കാം, സെല്ലിന്റെ ഡിവൈഡിങ് കപ്പാസിറ്റി ലോസ് ചെയ്തിരിക്കാം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡിഫറൻഷിയേഷൻ. അപ്പൊ അങ്ങനെ ഒരു മെരിസ്റ്റത്തിൽ നിന്നാണ് ശരിക്കും ഡിഫറൻഷിയേഷൻ പ്രോസസ് നടന്നിട്ട് ഒരു പെർമനന്റ് ടിഷ്യൂസ് ഉണ്ടാകുന്നു, അഥവാ മെച്ചർ ടിഷ്യൂസ് ഉണ്ടാകുന്നു. ഈ രണ്ട് ടൈപ്പ് ടിഷ്യൂസും പഴയ NCERT പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് എന്ന് ഡിസ്കഷനിലേക്ക് വരാം. നമ്മൾ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്കൊരു പ്ലാന്റിൽ അതിൻ്റെ ലെയറുകളെ കുറിച്ച് പഠിക്കുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മൾ അനാട്ടമിയിലെ ടിഷ്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാന്റിന്റെ അനാട്ടമി നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന സമയത്ത് അതിനെ കുറച്ച് ലെയേഴ്സുകളുടെ പേരുകൾ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമുക്ക് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും.
അപ്പൊ ആദ്യം ഞാൻ ആ ലെയേഴ്സുകളുടെ പേരുകൾ ഒന്ന് പറയാൻ പോവാണ്. ജസ്റ്റ് ഒരു ലെയേഴ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ ലെയേഴ്സുകളുടെ പേരുകൾ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ഡൈക്കോട്ടിന്റെ സ്റ്റെം, മോണോക്കോട്ടിന്റെ സ്റ്റെം, ഡൈക്കോട്ടിന്റെ റൂട്ട്, മോണോക്കോട്ടിന്റെ റൂട്ട്, ലീഫ്, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഞാനിപ്പോ ഒരു സ്റ്റെമ്മിന്റെ ലെയേഴ്സുകൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ അത് കൂടെ ചൊല്ലി പഠിച്ചോളൂ. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓർമ്മയിൽ ഉണ്ടാവും. ആ ലെയറുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഒരു സുഖം ഉണ്ടായിരിക്കും. അപ്പൊ ഈ അനാട്ടമി പഠിക്കുമ്പോൾ ആദ്യം അനാട്ടമി കാണണ്ടേ? നിങ്ങൾ അടുത്ത വർഷം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സമയത്ത്, MBBS കിട്ടി പോകുന്ന സമയത്ത് നിങ്ങൾ അനാട്ടമി കണ്ടിട്ടാണല്ലോ അല്ലേ ആദ്യം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് അനാട്ടമി ഒന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ശരി. അതായത് ഒരു സ്റ്റെമ്മിന്റെ അനാട്ടമി മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഏറ്റവും പുറമെയുള്ള ലെയറാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയർ. എപ്പിഡെർമിസ് എന്നാണ് ആ ലെയറിനെ വിളിക്കുന്ന പേര്. എപ്പിഡെർമിസ് ഞാൻ ഫുള്ളാക്കുന്നില്ല. എപ്പിഡെർമിസ് എന്നുള്ള ആ ലെയർ ഞാൻ ഫുള്ളാക്കുന്നില്ല. ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഫുള്ളാക്കി തരാം. എപ്പിഡെർമിസ്. പിന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമ്മളൊരു കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാം. കോർട്ടെക്സ്, എപ്പിഡെർമിസും ഇത് കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർ ലെയർ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കോർട്ടെക്സിന്റെ ഇന്നർ ലെയർ ആണ് ഇത്. മനസ്സിലായോ? കോർട്ടെക്സിന്റെ ഇന്നർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എൻഡോഡെർമിസ് ആണ്. ഇത് എൻഡോഡെർമിസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എപ്പിഡെർമിസ്, കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഇത്രയും സാധനങ്ങളാണ് കോർട്ടെക്സ്. കോർട്ടെക്സ്. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ എപ്പിഡെർമിസ്, കൂടെ ചൊല്ലി പഠിക്കുക, എപ്പിഡെർമിസ്. അതുപോലെ തന്നെ പിന്നത്തെ ലെയേഴ്സ്, പിന്നത്തെ ലെയർ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആയിരിക്കും. പിന്നത്തെ ലെയർ എന്താണ്? കോർട്ടെക്സ് ആയിരിക്കും. ഇത് എപ്പിഡെർമിസ്, ഈ ലെയർ കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ ഇന്നർ ലെയർ ഏതാ? എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ, സ്റ്റെമ്മിന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിൽ പ്രസന്റ് ആയിരിക്കും. സ്റ്റെമ്മിന്റെ കേസിൽ ഒരു വാസ്കുലാർ ബണ്ടിൽ പ്രസന്റ്, വാസ്കുലാർ ബണ്ടിൽ പ്രസന്റ് ആയിരിക്കും സ്റ്റെമ്മിന്റെ കേസിൽ. വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ, എന്താണ് സാറേ വാസ്കുലാർ ബണ്ടിൽ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നറിയോ? സൈലവും ഫ്ലോയവും കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കും നിങ്ങൾ. പ്ലാന്റിലേക്ക് വെള്ളം എത്തിക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് സൈലം. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആള് ഫ്ലോയമാണെന്ന് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പ്ലാന്റിലെ ടിഷ്യൂസുകളാണ്. അപ്പൊ ഇവിടെ ഫ്ലോയ ആയിരിക്കും. ഇത് ഫ്ലോയ ആണെന്ന് വിചാരിക്കുക. ഇത് ഫ്ലോയം. ഓക്കെ, ഇനി അതിൻ്റെ ഇടക്ക് ഇവിടെ സൈലം ഉണ്ടായിരിക്കും. ഇവിടെ സൈലം. ഇത് കുഞ്ഞ് സൈലം. ഇവിടേക്ക് വരുന്നതോറും വലിയ സൈലം. കുഞ്ഞ് സൈലത്തിന് വിളിക്കുന്ന പേര് പ്രോട്ടോസൈലം, വലിയ സൈലത്തിന് വിളിക്കുന്ന പേര് മെറ്റാസൈലം. ഓക്കെ, കുഞ്ഞ് സൈലം പ്രോട്ടോസൈലം, വലിയ സൈലം മെറ്റാസൈലം. ഇതിന്റെ ഇടയ്ക്ക് മെരിസ്റ്റം പ്രസന്റ് ആയിരിക്കും. ഡൈക്കോട്ട് സ്റ്റെമ്മില് മെരിസ്റ്റം, ഇവിടെ ഒരു മെരിസ്റ്റം പ്രസന്റ് ആയിരിക്കും. അതിനെ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്നാണ് വിളിക്കുന്നത്. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. അപ്പൊ എപ്പിഡെർമിസ് ആയി, കോർട്ടെക്സ് ആയി, ഈ പറഞ്ഞ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് വാസ്കുലാർ ബണ്ടിൽ. സൈലവും ഫ്ലോയവും ഒരുമിച്ച് കാണുന്ന അതിനെ വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽ. കുഞ്ഞി സൈലത്തിനെ വിളിച്ച പേരെന്താണ്? കുഞ്ഞി സൈലത്തിനെ വിളിച്ച പേര് പ്രോട്ടോസൈലം എന്നാണ്. വലിയ സൈലത്തിന് വിളിച്ച പേര് മെറ്റാസൈലം എന്നാണ്. സൈലം തന്നെ 2 ടൈപ്പ് ഉണ്ട്, പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള കാമ്പിയത്തിന് എന്ത് വിളിക്കും? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം പറഞ്ഞാണ് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്നാണ് അതിനെ വിളിക്കുക. പറഞ്ഞ മനസ്സിലായോ? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം, ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം, ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഓക്കെ, മേലെ കാണുന്ന പച്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച ഫ്ലോയം. നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഫ്ലോയ ആണെന്നുള്ളത്. ഓക്കെ, അത് ഫ്ലോയ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനത് മാർക്ക് ചെയ്യുന്നില്ല. ഫ്ലോയം. അപ്പൊ സൈലം ഉണ്ട്, ഫ്ലോയ ഉണ്ട്, ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം ഉണ്ട്. സൈലം, പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം ഉണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക, എപ്പിഡെർമിസ്, കോർട്ടെക്സ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയതാണ്. ഇതിന്റെ ഈ വാസ്കുലാർ ബണ്ടിലിന്റെ മേലെ ഒരു ലെയർ ഉണ്ട്. ഒരു ലെയർ ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. ശ്രദ്ധിച്ചോ? ഈ ലെയർ എല്ലാത്തിന്റെ മേലെ ഇങ്ങനെ ഒരു തൊപ്പിട്ട പോലത്തെ ഒരു ലെയർ ഉണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് പഠിക്കണം. അനാട്ടമി പഠിക്കുമ്പോൾ ആദ്യം ഒരു ഔട്ട്ലൈൻ ഒക്കെ പറയില്ല, നമ്മളൊരു ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ, അതുപോലെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതാണ് എപ്പിഡെർമിസ്, കോർട്ടെക്സ്. പിന്നെ ആ വാസ്കുലാർ ബണ്ടിലിന്റെ മേലെ വരച്ച് ഇയാളെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. എന്താ വിളിക്കുക? പെരിസൈക്കിൾ എന്നാണ് വിളിക്കുക. പെരിസൈക്കിൾ. അപ്പോ പെരിസൈക്കിൾ എവിടെ കാണുക? പെരിസൈക്കിൾ വാസ്കുലാർ ബണ്ടിലിന്റെ മേലെ.
മനസ്സിലായ? പെരിസൈക്കിൾ. ഓക്കെ, പെരിസൈക്കിൾ. അപ്പൊ പഠിക്കുമ്പോ എങ്ങനെ പഠിക്കുക? എപ്പിഡെർമിസ്, കോർടെക്സ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ. പിന്നെ നടുവില് പിത്ത് എന്ന് പറയുന്ന ലെയറിലേക്ക് വരാം. നടുവിൽ ഏറ്റവും സെൻട്രൽ പോർഷൻസ് പിത്താണ്. സെൻട്രൽ പോർഷൻസ് പിത്താണ്. പിത്ത് പിത്ത് അതൊരു ഏതൊക്കെ ടൈപ്പ് സെല്ല. പിന്നെ പിത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് കണ്ട, അത് മെഡുലറി റേസ്. അത് മെഡുലറി റേസ്. ഇപ്പുറത്ത് ഞാൻ വരക്കുന്നില്ല. അപ്പൊ വാസ്കുലാർ ബണ്ടിന്റെ ഇടയ്ക്കുള്ളത് മെഡുലറി റേസ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ കുട്ടികൾ ഈ പുറമെന്ന് ഉള്ളിലേക്കുള്ള ലെയേഴ്സ്, അതിപ്പോ ഇനി ഒരു സ്റ്റെം ആയാലും റൂട്ട് ആയാലും ഒരേപോലൊക്കെ തന്നെയാണ് ലെയേഴ്സിന്റെ പേരുകൾ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പുറമെന്ന് ഉള്ളിലേക്കുള്ള ലെയേഴ്സുകളെ കുറിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ലെയർ എപ്പിഡെർമിസ്, പിന്നത്തെ ലെയർ കോർടെക്സ്, പിന്നത്തെ ലെയർ എൻഡോഡെർമിസ്. പറയാം, കോർടെക്സിന്റെ ഇന്നർ ലെയർ ഏതാ? എൻഡോഡെർമിസ് അല്ലേ? അത് പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കോർടെക്സ്, പിന്നെ പെരിസൈക്കിൾ. ചില കുട്ടികൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പെരിസൈക്കിൾ, പിന്നെ വാസ്കുലാർ ബണ്ടിൽ, പിന്നെ പിത്ത്. പിത്ത് ഓക്കെ, പിന്നെ മെഡുലറി റേസ്. സൈഡിലേക്കുള്ളതാണ് ഇത് മെഡുലറി റേസ്. അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ, എന്നിട്ടാവട്ടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല്. ഓക്കെ, അങ്ങനെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പൊ അനാട്ടമിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ അനാട്ടമിയാണ് പഠിക്കുന്നത്. പക്ഷെ അനാട്ടമി പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ടിഷ്യൂ എന്താന്ന് പറഞ്ഞു. ടിഷ്യൂ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മെരിസ്റ്റം ഉണ്ട്, പെർമനന്റ് ടിഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, മെരിസ്റ്റത്തിനെ കുറിച്ച് ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കഷനിലേക്ക് വരുന്നുണ്ട്. മെരിസ്റ്റം എന്ന് പറയുന്ന വേർഡ് ഏത് ടൈപ്പ് വേർഡാണ്? ഗ്രീക്ക് വേർഡാണോ, ലാറ്റിൻ വേർഡാണോ? അങ്ങനെയുള്ള വേർഡുകൾ NCERT എന്താ പറയുന്നത് നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്, നിങ്ങൾക്ക് ലാബിൽ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മെരിസ്റ്റത്തിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ ആ ലെയേഴ്സുകളൊക്കെ ഒന്ന് പഠിപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ എടുക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെരിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മെരിസ്റ്റം, നമുക്കൊരു മെരിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, മെരിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിന്റെ ഒരു ഗ്രൂപ്പാണ് മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റം അത് എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ബേസിൽ, അതിന്റെ പൊസിഷന്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. അതാണ് എപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർ കാലറി മെരിസ്റ്റവും. നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇന്റർ കാലറി മെരിസ്റ്റം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ പറയാം, എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ പൊസിഷൻ, അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിന്റെ അപ്പെക്സിലോ അല്ലെങ്കിൽ ഒരു റൂട്ടിന്റെ അപ്പെക്സിലോ കാണുന്നത്. ഇത് റൂട്ടിന്റെ അപ്പെക്സ്, ഇത് ഷൂട്ടിന്റെ അപ്പെക്സിൽ കാണുന്ന മെരിസ്റ്റം ആണ് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രാസുകളിലൊക്കെ, മോണോക്കോട്ടിലെ ഗ്രാസുകളിലൊക്കെ നോക്കൂ നിങ്ങൾ, ഈ ലീഫൊക്കെ ഒറിജിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒക്കെ അവിടെയാണ് ഇന്റർ കാലറി മെരിസ്റ്റം കാണുക. ഇത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഇത് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, ശരി. ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിന്റെ മെച്ചോർ ടിഷ്യൂകൾക്കിടയിൽ കാണുന്ന ഗ്രാസുകളുടെ ഒക്കെ മെച്ചോർ ടിഷ്യൂസിന്റെ ഇടയിൽ കാണുന്ന ഒരു മെരിസ്റ്റമാണ് ഏത്? ഇന്റർ കാലറി മെരിസ്റ്റം. ഓക്കെ, ദിസ് വൺ ഇന്റർ കാലറി മെരിസ്റ്റം. എടാ മക്കളെ, ഇന്റർ കാലറി മെരിസ്റ്റത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു ഗ്രേസിങ് ഹെർബിവോഴ്സ് വന്ന് പ്ലാന്റിനെ കഴിച്ചു കഴിഞ്ഞാലും ആ പ്ലാന്റിന്റെ പാർട്ട് റീജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ആളാണ് ഇന്റർ കാലറി മെരിസ്റ്റം. ഓക്കെ, വേറൊരു രസങ്ങൾക്ക് കേൾക്കണം. ഈ ഷൂട്ട് അപ്പെക്സ് നേരത്തെ ഞാൻ ഫ്ലവർ ഉണ്ടാവുന്ന കേസിലൊക്കെ പറഞ്ഞിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ആ ഷൂട്ട് അപ്പെക്സിന്റെ ചിത്രമൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഷൂട്ട് അപ്പെക്സിന്റെ ഒരു ചിത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് അടിപൊളിയാവും. ഓക്കെ, ശരി. ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ ഷൂട്ട് അപ്പെക്സ്, ഈ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ, ഇത് ഷൂട്ട് അപ്പെക്സ്, ഇത് ലീഫ് പ്രൈമോഡിയം. ഓക്കെ, ഇത് ഷൂട്ട് അപ്പെക്സ് ആണെന്ന് വിചാരിക്കുക. ഷൂട്ട് അപ്പെക്സിലെ മെരിസ്റ്റത്തും, അതായത് ഒരു പ്ലാന്റ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത്, പുതിയ ലീഫ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഷൂട്ട് അപ്പെക്സ് മെരിസ്റ്റത്തിൽ നിന്നുമാണ് ആക്സിലറി ബഡ് ഉണ്ടാവുന്നത് അത്രേ. ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിലെ ചില സെല്ലുകളാണ് അത്രേ ഇവിടെ ലെഫ്റ്റ് ചെയ്ത് ഒരു ആക്സിലറി ബഡായി മാറുന്നത്. ദാറ്റ് ആക്സിലറി ബഡാണ് ഭാവിയിൽ ബ്രാഞ്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത്രേ. ആക്സിലറി ബഡ് എവിടുന്ന ഒറിജിൻ ചെയ്യുന്നത്? ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ്. ലീഫ് ഉണ്ടാവുന്നത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് എന്നുള്ളത്. പൊസിഷന്റെ ബേസിൽ നമ്മൾ അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം, പിന്നെ ഒരു മെരിസ്റ്റത്തിന്റെ പേരും കൂടി പറയാം, ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, ലാറ്ററൽ മെരിസ്റ്റം. ഇതെന്താണ് സാറേ നിന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു പ്ലാന്റ് മെച്ചർ പ്ലാന്റിന്റെ, പ്രത്യേകിച്ച് ഡൈക്കോട്ടിലും ജിംനോസ്പേമിലും ഒക്കെ
ലാറ്ററൽ സൈഡിൽ പ്ലാന്റിന്റെ സെക്കൻഡറി ഗ്രോത്തുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന മെരിസ്റ്റം, അതാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ സൈഡിൽ കാണുന്ന എന്നാൽ സിലിണ്ട്രിക്കൽ മെരിസ്റ്റം എന്നറിയപ്പെടുന്ന ഇവരുടെ റോൾ എന്താണ്? ഒരു പ്ലാന്റിൽ രണ്ടാമതും ടിഷ്യൂസ് ഉണ്ടാക്കുകയും ആ പ്ലാന്റിന്റെ വണ്ണം വെക്കാൻ കാരണം ഗർത്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിൽ, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യിക്കുന്നതിൽ റോളുള്ള മെരിസ്റ്റമാണ് ഇത് ലാറ്ററൽ മെരിസ്റ്റം. നോക്കാം നമുക്ക് ലാറ്ററൽ മെരിസ്റ്റം ഏതൊക്കെയുണ്ട്. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ മനസ്സിലാവും. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഇതിപ്പോ നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇൻട്രാഫെസിക്കുലാർ ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ആ ഒരു വാസ്കുലാർ ബണ്ടിൽ. എന്നാൽ ഇനി പറയുന്ന രണ്ട് മെരിസ്റ്റവും പ്ലാന്റ് കുറച്ച് കഴിഞ്ഞാൽ വരുന്ന മെരിസ്റ്റം, പ്ലാന്റിന്റെ സെക്കൻഡറി ഗ്രോത്തിന്റെ ടൈമിൽ വരുന്നത്, പ്ലാന്റിന്റെ പ്രൈമറി ടൈമിലല്ലാതെ ഏർലി ലൈഫിലല്ലാത്ത കുറച്ച് കഴിഞ്ഞാൽ അപ്പിയർ ചെയ്യുന്ന മെരിസ്റ്റമാണ് ഇനി പറയുന്ന രണ്ട് ലാറ്ററൽ മെരിസ്റ്റം. അയാളുടെ പേര് ഒന്ന് ഇന്റർഫെസിക്കുലാർ കാമ്പിയം, അതുപോലെ തന്നെ കോർക്ക് കാമ്പിയം. ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കോർക്ക് കാമ്പിയം. ഓക്കെ, ശരി. അപ്പൊ രണ്ടാമത് ഒറിജിൻ ചെയ്യുന്നത് ആരാണ്? അതായത് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ മെരിസ്റ്റം ആണ്. ഈ ലാറ്ററൽ മെരിസ്റ്റം ഒന്നേതാണ്? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. വേറൊന്നേതാണ്? ഇന്റർഫെസിക്കുലാർ കാമ്പിയം. മറ്റൊന്ന് കോർക്ക് കാമ്പിയം, അല്ലെ? എടാ, ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പേര്, കോർക്ക് കാമ്പിയത്തിന്റെ വേറൊരു പേരെന്താന്നറിയടാ? ഇതൊക്കെ രണ്ടാമത് ഒറിജിൻ ചെയ്യണം കേട്ടോ. ഇത് ആദ്യമേ ആ പ്ലാന്റിലുണ്ട്. കോർക്ക് കാമ്പിയത്തിന്റെ വേറെ പേര് ഫെല്ലോജൻ എന്നാണ്. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഫെസിക്കുലാർ വാസ്കുലാർ കാമ്പിയം. നോ പ്രോബ്ലം, ഫെസിക്കുലാർ വാസ്കുലാർ കാമ്പിയം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ എടുക്കട്ടെ ആ പേര്. ഓക്കെ, ശരി. ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂലെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നുള്ള പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ ഞാൻ പൊസിഷന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പൊസിഷന്റെ ബേസിൽ എവിടെ കാണുന്നത്, വശങ്ങളിൽ കാണുന്നത് ലാറ്ററൽ മെരിസ്റ്റം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, പൊസിഷന്റെ ബേസിൽ അല്ലാതെ തന്നെ അത് ഒറിജിന്റെ ബേസിൽ, ബേസ്ഡ് ഓൺ ഒറിജിൻ മെരിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ഒറിജിൻ മെരിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? എങ്ങനെ ബേസ്ഡ് ഓൺ ഒറിജിൻ? അതായത് പ്രൈമറി പ്ലാന്റ് ബോഡിയിൽ തന്നെ കാണുന്നതാണെങ്കിൽ അവരെ വിളിക്കുന്ന പേര് പ്രൈമറി മെരിസ്റ്റം. ഓഹോ, പ്രൈമറി മെരിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്താ ഇവരുടെ റോള്? പ്രൈമറി മെരിസ്റ്റത്തിന്റെ റോൾ എന്താ? അവര് പ്ലാന്റിന്റെ ഇലോങ്ങേഷന് ഹെൽപ്ഫുൾ ആണ്, പ്രൈമറി ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആണ് പ്രൈമറി മെരിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈമറി മെരിസ്റ്റം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക, അങ്ങനെയാണെങ്കിൽ ഈ പ്രൈമറി മെരിസ്റ്റം അതിന് എക്സാമ്പിൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർ കാലറി മെരിസ്റ്റവും അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ശരി. അപ്പൊ പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ അപ്പിക്കൽ മെരിസ്റ്റം ഇന്റർ കാലറി മെരിസ്റ്റം നേരത്തെ പൊസിഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ച ഒരാളാണ്. പിന്നെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൈമറി മെരിസ്റ്റം, അത് അയാളുടെ ഒറിജിൻ ചെയ്യുന്നത് അതിന്റെ ബേസിൽ ഏർലി ലൈഫിലുള്ളത് പ്രൈമറി ഗ്രോത്തിന് റെസ്പോൺസിബിൾ. എന്നാൽ രണ്ടാമതും അപ്പിയർ ചെയ്യുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. ഓക്കെ, രണ്ടാമതും അപ്പിയർ ചെയ്യുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. എടാ, രണ്ടാമത് അപ്പിയർ ചെയ്യുന്ന സെക്കൻഡറി മെരിസ്റ്റം ഏതാന്ന് നിങ്ങൾക്ക് രണ്ടാമതൊരു പ്ലാന്റിൽ അപ്പിയർ ചെയ്യുന്ന മെരിസ്റ്റം ഏതാണ്? നോട്ട് ഇൻട്രാ, ഇന്റർഫെസിക്കുലാർ കാമ്പിയം. വേറൊന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? കോർക്ക് കാമ്പിയം. ഇത് രണ്ടും എന്താണ്? സെക്കൻഡറി മെരിസ്റ്റമാണ്. ഇവര് ലാറ്ററൽ മെരിസ്റ്റം ആണെന്ന് നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇവര് ലാറ്ററൽ മെരിസ്റ്റം ആണെന്ന് നേരത്തെ പറഞ്ഞു, കാരണം ഇവര് ലാറ്ററൽ സൈഡിലാണ് കാണുന്നത്. പക്ഷെ ഇവർ രണ്ടാമത് ഒറിജിൻ ചെയ്യുന്നത് കൊണ്ട് ഇവരെ എന്ത് വിളിച്ചു? സെക്കൻഡറി മെരിസ്റ്റം എന്ന് വിളിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തു വെക്കുക, ഇൻട്രാഫെസിക്കുലാർ ഓൾറെഡി പ്ലാന്റിൽ കാണുന്നതാണ്. കണ്ട, നേരത്തെ ഞാൻ പ്ലാന്റിന്റെ ബോഡി ഞാൻ നേരത്തെ വരച്ചെന്നിരുന്നത് വെറുതെ അല്ല. കണ്ട, ഇവിടെ ഓൾറെഡി ആ പ്ലാന്റിലുണ്ട്. ഇത് സെക്കൻഡറി ഗ്രോത്തിന്റെ, ഇത് സെക്കൻഡറി വണ്ണം വെക്കുന്ന സമയത്തുള്ളതല്ല ഈ ചിത്രം, പ്രൈമറി നേച്ചറുള്ള സമയത്തുള്ള അനാട്ടമിയാണ്. അപ്പോൾ രണ്ടാമത് ഡെവലപ്പ് ചെയ്യുന്ന മെരിസ്റ്റം ഏതാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ പേര് പറയേണ്ടി വരും. പക്ഷെ വാട്ട് അബൌട്ട് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്നൊരു ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്താണെന്നറിയോ മക്കളെ, ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം പ്രൈമറി മെരിസ്റ്റം തന്നെയാണ്, പക്ഷെ അയാൾക്ക് സെക്കൻഡറി മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇത്തരം മെരിസ്റ്റത്തിൽ നിന്നൊക്കെ സെല്ലുകൾ ഉണ്ടായതാണ് പെർമനന്റ് ടിഷ്യൂസ്.
ഇത്തരം മെരിസ്റ്റത്തിനുള്ള ഡിഫറൻസിയേഷൻ പ്രോസസ്സുകളൊക്കെ നടന്ന് ഇത് ഏത് മെരിസ്റ്റ് ആയാലും, പ്രൈമറി ആയിക്കോട്ടെ സെക്കൻഡറി മെരിസ്റ്റ് ആയിക്കോട്ടെ, ഏത് മെരിസ്റ്റ് ആയാലും മക്കളെ അതിൽ നിന്നുണ്ടായ സെല്ലുകൾ അവിടെ മെച്ചുറേഷൻ നടന്നിട്ട് ആ സെല്ലുകൾക്ക് ഡിഫറൻഷിയേഷൻ നടന്നിട്ടാണ് പെർമനന്റ് ടിഷ്യൂസ് ഉണ്ടായത്. അങ്ങനെയാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം, ടിഷ്യൂസിൽ അതിലേക്ക് വരാം. നോക്കി മക്കളെ, ഇവിടെ നോക്കി പ്ലാന്റ് ടിഷ്യൂ. പ്ലാന്റ് ടിഷ്യൂ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് പറ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ അഥവാ മെച്ചുർ ടിഷ്യൂ ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. ഇവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇവിടെ ഒറിജിനൽ പ്രൈമറി മെരിസ്റ്റം, അപ്പിക്കൽ മെരിസ്റ്റം. അപ്പിക്കൽ മെരിസ്റ്റം ഷൂട്ട് അപ്പിക്കൽ ഉണ്ട്, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. ഇന്റർ കാലറി മെരിസ്റ്റത്തിനെ കുറിച്ച് നേരത്തെ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റങ്ങളെല്ലാം ലാറ്ററൽ മെരിസ്റ്റം ആണ്. ഇവിടെ വാസ്കുലാർ ക്യാമ്പി എന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും ഇവിടെ ഇൻട്രാ ആൻഡ് ഇന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിവിഷൻ അവിടെ വരാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇൻട്രാ വെസിക്കുലാർ ക്യാമ്പിയം, അതായത് ഞാനത് പറയാൻ കാരണം വെച്ചാല് സ്റ്റെമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഡൈക്കോട്ട് സ്റ്റെമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇൻട്രാ വെസിക്കുലാർ ക്യാമ്പിയം കുറച്ച് കഴിഞ്ഞാൽ വരുന്ന മെരിസ്റ്റാണ് ഇന്റർ എന്ന് ഞാൻ പറഞ്ഞു. അത് എവിടുന്ന വരിക എന്നറിയോ? മെഡുലറി റേസിൽ നിന്നാണ് വരിക. ഇങ്ങനെ മെഡുലറി റേസിൽ നിന്ന് ഇന്റർ വെസിക്കുലാർ ക്യാമ്പിയം വരും. എന്നിട്ട് ഈ ക്യാമ്പിയവുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇവിടൊക്കെ ഈ ക്യാമ്പിയം ഉണ്ടല്ലോ, ഇവിടൊക്കെ ഈ ക്യാമ്പിയം ഉണ്ടല്ലോടാ, ഇൻട്രാ വെസിക്കുലാർ ക്യാമ്പിയം ഉണ്ടല്ലോ, ഇവരുമായിട്ട് ജോയിൻ ചെയ്യത്രേ. എന്ത്? ഇന്റർ വെസിക്കുലാർ ക്യാമ്പിയം ഇൻട്രാ വെസിക്കുലാർ ക്യാമ്പിയായിട്ട് ജോയിൻ ചെയ്യത്ര. ഇങ്ങനെ ജോയിനിങ് നടക്കും. അപ്പൊ നമ്മൾ പറയും ദിസ് ഇസ് എ വാസ്കുലാർ, ഇവരൊക്കെ വാസ്കുലാർ ക്യാമ്പിയാണ്, ക്യാമ്പിയൽ റിംഗ് എന്നാണ് പറയാം. ഇവരൊക്കെ നമ്മൾ വിളിക്കുക വാസ്കുലാർ ക്യാമ്പിയം എന്നാണ്. ഇന്ററും ഇൻട്രായും ഒക്കെ വാസ്കുലാർ ക്യാമ്പിയത്തിൽപ്പെട്ട ആളാണ്. ഇതാണ് ഒരു വാസ്കുലാർ ക്യാമ്പിയൽ റിംഗ് എന്ന് പറയാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്ലാന്റ് വണ്ണം വെക്കുള്ളൂ, വണ്ണം വെക്കാനുള്ള സാധ്യതയുള്ളൂ. മനസ്സിലായോ? ഇത് മോണോക്കോട്ടിനില്ല, മോണോക്കോട്ടിന് ഇങ്ങനെ സംഭവം ഇല്ല. കണ്ട, ഇന്റർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, ഇന്റർ പിന്നെ വന്നു കമ്പൈൻ ചെയ്തു ഒരു റിംഗ് ആയി ഫോം ചെയ്ത് ഒരു വാസ്കുലാർ ക്യാമ്പിയൽ റിംഗ് ആകും. അതുകൊണ്ടാണ് അവിടെ ആ ഇതിൽ പറഞ്ഞത് വാസ്കുലാർ ക്യാമ്പിയം ഇൻട്രാ ആൻഡ് ഇന്റർ എന്നുള്ള രീതിയിൽ ഇവിടെ ക്ലാസിഫിക്കേഷൻ കൊടുക്കാനുള്ള കാരണം. വാസ്കുലാർ ക്യാമ്പിയം ഇൻട്രാ ആൻഡ് ഇന്റർ വെസിക്കുലാർ ക്യാമ്പിയം. അപ്പൊ ഇതിലാരാ ശരിക്ക് സെക്കൻഡറി? ഇതിലാരാ ശരിക്ക് സെക്കൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററും കോർ ക്യാമ്പിയാണ് സെക്കൻഡറി. ലാറ്ററൽ മെരിസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാറ്ററൽ മെരിസ്റ്റ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പറയാം? ഇവരും ഒക്കെ ലാറ്ററൽ മെരിസ്റ്റ് ആണ്. പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി. എന്നാൽ ഇവരിൽ നിന്നൊക്കെ ഉണ്ടായതാണ് പെർമനന്റ് ടിഷ്യൂ. അതിൽ തന്നെ പെർമനന്റ് ടിഷ്യൂവിൽ ഒരു പ്രത്യേകതയുണ്ട്. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ. എന്താ സംഭവം എന്നറിയോ? ഇപ്പോ സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് സെല്ലുകൾ കൊണ്ട് ഉണ്ടായിരിക്കും സിമ്പിൾ ടിഷ്യൂ. ഇതിപ്പോ പാരൻ കൈമ, ഇത് കോളൻ കൈമ, ഒരേ ടൈപ്പ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏത് സിമ്പിൾ ടിഷ്യൂ. സ്ക്ലീറൻ കൈമ വേറെ, മനസ്സിലായോ? സ്ക്ലീറൻ കൈമ വേറെ. ഒരു ടിഷ്യൂ ഉണ്ടാക്കിയത് ഒരേ ടൈപ്പ് സെല്ലാണ്. ഓക്കെ. കോംപ്ലക്സ് ടിഷ്യൂ ആണെങ്കിൽ സൈലം ഉണ്ടാക്കുകയാണെങ്കിൽ സൈലം വേറെ ഡിഫറെന്റ് ടൈപ്പ് സെൽസ് കൊണ്ടാണ് സൈലം എന്ന് പറയുന്ന ടിഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. ഫ്ലോയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ്, ഡിഫറെന്റ് ടൈപ്പ് സെൽസ്, ഡിഫറെന്റ് ടൈപ്പ് സെൽസ് ഉള്ളതാണ് ഏത് സൈലം, ഫ്ലോയം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. നോക്കാം നമുക്ക് ഇതില് ഓരോ പെർമനന്റ് ടിഷ്യൂസിനെ കുറിച്ച് പറയാം. പെർമനന്റ് ടിഷ്യൂ നേരത്തെ പറഞ്ഞതാണ്. ഇവർ ഡിഫറൻഷിയേറ്റഡ് ആണ്, ഡിവൈഡിങ് കപ്പാസിറ്റി ലോസ് ചെയ്തതാണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ സ്ട്രക്ചറിലൊക്കെ അവർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മാറിയതാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്തുണ്ടായതാണ്. അതിലൊന്നാണ് സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ. ഓൾ സെൽസ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. പാരൻ കൈമയിലും കോളൻ കൈമയിലും സ്ക്ലീറൻ കൈമയിലെ സെല്ലുകളൊക്കെ എല്ലാം ഒരേ ടൈപ്പ് സെല്ലുകളാണ്. പാരൻ കൈമയിലെ സെല്ലുകൾ ഒരേ ടൈപ്പ്, കോളൻ കൈമയിലെ സെല്ലുകൾ ഒരേ ടൈപ്പ്. അല്ല, പാരൻ കൈമത്തെ സെല്ലും കോളൻ കൈമത്തെ സെല്ലും ഒരേ ടൈപ്പ് എന്നല്ല പറഞ്ഞത്. പാരൻ കൈമ ഉണ്ടാക്കിയത് ഒരേ ടൈപ്പ് സെല്ല്, കോളൻ കൈമ ഉണ്ടാക്കിയത് ഒരേ ടൈപ്പ് സെല്ല്, സ്ക്ലീറൻ കൈമ ഉണ്ടാക്കിയത് അങ്ങനെ. കോംപ്ലക്സ് ടിഷ്യൂ സൈലവും ഫ്ലോയും ഡിഫറെന്റ് ടൈപ്പ് സെൽസുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. പാരൻ കൈമ എന്താണ് നോക്കാം. പാരൻ കൈമ, ഇതിപ്പോ ഈ വരച്ച പാരൻ കൈമ സെൽസ് ഒരേ ടൈപ്പ്, ജനറലി ഐസോ ഡയമെട്രിക് ഒക്കെയാണ്. ഇതല്ലാത്ത ഇവിടെ ഇന്റർ സെല്ലുലാർ സ്പേസ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ ഇന്റർ സെല്ലുലാർ സ്പേസ് ഇല്ല, അങ്ങനെയുണ്ട്. സ്പേസുകൾ കാണുന്നതുണ്ട്, സ്പേസുകൾ ഇല്ലാത്തതും ഉണ്ട് പാരൻ കൈമ. ദ സെൽസ് ഓഫ് പാരൻ കൈമ ജനറലി ഐസോ ഡയമെട്രിക്. They may be spherical shape, oval, round, polygonal,
ഓർ ഇലോങ്ങേറ്റിംഗ് ഷേപ്പ്, പല ഷേപ്പിലും പാരൻകൈമ കാണാറുണ്ട്. അവരുടെ സെൽ വാൾ വളരെ തിന്നാണ്. അത് ഉണ്ടാക്കിയത് സെല്ലുലോസ് കൊണ്ടാണ്, സെല്ലുലോസ് മെറ്റീരിയൽ കൊണ്ടാണ് അവർ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു അവർ വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അവർക്കിടയിൽ ചെറിയ തരത്തിലുള്ള സ്പേസുകളേ ഉള്ളൂ, ഇന്റർസെല്ലുലാർ സ്പേസുകളേ ഉള്ളൂ. ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടായിരിക്കാം. വേറെ എന്തോ ചിന്തയിൽ. ഓക്കെ, അതാണ് ചില പ്ലാന്റുകളിൽ എയർ ആൻഡ് കൈമ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഹൈട്രോഫൈറ്റ്സ് പ്ലാന്റ്സിൽ അവിടെ ഈ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻസ് ട്രാപ്പ്, മീൻസ് എയർ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ അത് ഫ്ലോട്ട് ചെയ്ത് നിർത്താനുള്ള ആ ഒരു കപ്പാസിറ്റിയിലേക്ക് വരും. സാധാരണ പാരൻകൈമ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർ ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ ആണ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ട്, ചില സെക്രീഷൻസുകൾ നടത്താറുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് പാരൻകൈമാണ്. ഒരു പ്ലാന്റിൽ ഏത് ഓർഗൻസിലും ഏറ്റവും കൂടുതൽ കാണുന്നത് പാരൻകൈമാണ് മേജറായിട്ട്. കോളൻകൈമയിലേക്ക് വരികയാണെങ്കിൽ ഈ പാരൻകൈമ സെല്ലിനെ കുറിച്ച് വീണ്ടും പറയാതിരിക്കാൻ വയ്യ. ലിവിങ് സെല്ലാണ് അവര്, ഒരു ലിവിങ് ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്. എന്ന് പറഞ്ഞാൽ മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടായ സെല്ല്, സെൽ വാൾ മീൻസ് ലിവിങ് നേച്ചർ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. തിന്നായിട്ടുള്ള ഒരു സെൽ വാളും കാര്യങ്ങളും. ചിലപ്പോൾ തിക്ക് കാണാം, തിക്കുള്ള പാരൻകൈമയുണ്ട്. ജനറലി അവർ തിന്നാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവർക്ക് സൈറ്റോപ്ലാസം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പ്രോട്ടോപ്ലാസം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ലിവിങ് ആണ്. കോളൻകൈമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ സെല്ല് നോക്കി നിങ്ങൾ, ഇവിടെ ഈ കോളൻകൈമയുടെ കോർണേഴ്സിലൊക്കെ തിക്കനിങ്സ് കാണാം, തിക്കൻഡ് ആയിട്ടുള്ള കോർണേഴ്സ് കാണാം അല്ലെ? ഈ കോർണേഴ്സിലൊക്കെ തിക്നെസ് കാണാം. ഇവിടെ പല സംഗതി, ഈ സെൽവാളിന്റെ മേലെ പല സംഗതികളും അടിഞ്ഞു കൂടിയിട്ടാണ് കോളൻകൈമയുടെ അവിടെ തിക്നെസ് ഉള്ളത്. പാരൻകൈമ തിക്കൻഡ് അല്ല, ഇവർ തിക്കൻഡ് ആണ്. മനസ്സിലായോ? കോളൻകൈമ മച്ച് തിക്കൻഡ് അറ്റ് ദെയർ കോർണർ, കാരണം അതിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ മെറ്റീരിയൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇവരും പല ഷേപ്പിലും കാണാമെന്ന് NCERT പറയുന്നുണ്ട്. ഓക്കെ, പല ഷേപ്പിൽ, ഇതാ ഓവൽ ഷേപ്പ്, സ്പെറിക്കൽ അല്ലെങ്കിൽ പോളിഗോണൽ ഒക്കെ കാണാം. ചില സമയങ്ങളിൽ ഇവരിലും ക്ലോറോപ്ലാസ്റ്റുകൾ കാണാറുണ്ട് മിക്കവാറും. അപ്പൊ അവർ ഫോട്ടോസിന്തറ്റിക് ഫങ്ഷൻസ് എടുത്ത് ഫുഡുകൾ ഉണ്ടാക്കി ഫുഡുകൾ എടുത്ത് വെക്കാറുണ്ട്. ഇത് കാണുന്നത് ഹോമോജീനിയസ് ലെയർ ഓർ പാച്ചസ് ആയിട്ട് എവിടെ കാണുന്ന അറിയാം? ഡൈക്കോട്ട് ചെടികളിൽ. ഡൈക്കോട്ട് ചെടികളിൽ നമ്മൾ ഡൈക്കോട്ടിന്റെ അനാറ്റമി എടുക്കുമ്പോൾ എപ്പിഡെർമിസിന് തൊട്ട് താഴെയാണ് നമ്മൾ ഇവരെ വരയ്ക്കാറുള്ളത്. ഹോമോജീനസ് ആയിട്ടോ അല്ലെങ്കിൽ പാച്ചസ് ആയിട്ടോ ആണ് ഉണ്ടാവാറുള്ളത്. കണ്ട, ദേ സെൽ അസിമിലേറ്റ് ഫുഡ് വെൻ ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. സ്പേസ് ഉണ്ടോ? ഇന്റർസെല്ലുലാർ സ്പേസ് ഇവർക്കുണ്ടോ? ആബ്സെന്റ് ആണ്. എന്നാൽ അല്ലെ, അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇവർ ലിവിങ് സെല്ലും കൂടിയാണ്, പക്ഷെ കുറച്ച് തിക്കായുള്ള സെല്ലാണ്. തിക്കൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫങ്ഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന കോളൻകൈമയുടെ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലീഫിന്റെ പീറ്റിയോള്, അതുപോലെ ഗ്രോയിങ് പാർട്സ് ആയിട്ടുള്ള പ്ലാന്റിന്റെ യങ് സ്റ്റെമ്മിലൊക്കെ ഇവർ കാണാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ അത് കൊടുത്തിട്ടില്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. They provide mechanical support. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. They provide mechanical support to the growing parts of plant such as young stem and petiole of leaf. ലീഫിന്റെ പീറ്റിയോളൊക്കെ വരെ കാണാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ക്ലീറൻകൈമയാണ്. ഇപ്പൊ സ്ക്ലീറൻകൈമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡെഡ് സെല്ലാണ്. അവരുടെ സെൽവാൾ അത്യാവശ്യം നല്ല തിക്കാണ്. സെൽവാളിലൊക്കെ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്, പിറ്റുകൾ ഉണ്ട്. മനസ്സിലായോ? സെൽവാളുകളുടെ ഓപ്പണിങ്സ്, പിറ്റ്സുകൾ ഉണ്ട്. സെല്ലിന്റെ ഉള്ളിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല, അത് പോയിട്ടുണ്ടായിരിക്കും. സോ യൂഷ്വലി ദേ ആർ ഡെഡ്. നല്ല കട്ടിയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് NCERT സ്ക്ലീറൻകൈമ ഒരു ലോങ് സെല്ലാണ്. ഇതേമാതിരി ഒരു ലോങ് സെല്ലാണ്. സെൽവാളിലാണെങ്കിൽ ഇവിടെ സെൽവാളിലൊക്കെ എന്തുണ്ട്? ഓപ്പണിങ്സ് ഉണ്ട്, പിറ്റ്സുകൾ പ്രസന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ദേ ആർ ഡെഡ് ആണ്. അതിന്റെ ഉള്ളിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല, വിത്തൗട്ട് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാ പറയുന്നത്. ഇപ്പൊ ഇതൊരു സ്ക്ലീറൻകൈമയാണ്. ഇതുപോലെ വേറൊരു സ്ക്ലീറൻകൈമ ഉണ്ടാവും, വേറൊരു പെന്ന്, കുറച്ച് തടിയുള്ള പെന്ന്, എങ്ങനെ ആയാലും കുഴപ്പമില്ല. സ്ക്ലീറൻകൈമ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ സ്ക്ലീറൻകൈമനെ നമ്മൾ പറയാ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്ക്ലീറീഡ്സ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ സ്ക്ലീറൻകൈമ ഇതിപ്പോ ക്രോസ് സെക്ഷൻ എടുത്ത പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിപ്പോ സ്ക്ലീറീഡ്സ് എന്ന് പറഞ്ഞൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നാരോ ക്യാവിറ്റി കാണാം. അതിന്റെ പേരാണ് ലൂമൺ എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടോപ്ലാസ് ഒന്നും ഉണ്ടാവില്ല. മറ്റ് സൈഡ്, സെൽവാളിന്റെ സൈഡുകളാണ്. അവിടെ പിറ്റുകൾ കാണാം, ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണാം, തിക്നെസ് കാണാം. സെൽവാളിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എത്രത്തോളം തിക്നെസ് കാണാം. അതുകൊണ്ട് തന്നെയാണ് ലുമൺ വളരെ നാരോ ആയത്. ഇത് സ്ക്ലീറീഡ് ആണ്. മറ്റേത് ഫൈബേഴ്സിന് നമ്മൾ ക്രോസ് സെക്ഷൻ ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ ക്രോസ് വാൾ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണിങ്സ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് ആണ് പിറ്റ്. ഇവിടെയുണ്ട് പിറ്റ്. ഇതൊക്കെ പിറ്റ്. ഇത് കണ്ട, ഇതൊക്കെ പിറ്റാണ്. ഇങ്ങനെയല്ല മുറിച്ചത്, അതിനെങ്ങനെ മുറിച്ചതായിട്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. അത് ലൂമൺ ആണ്. തിക്നെസ് കാണാം. ആരോഗ്യ
ഫൈബേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് സ്ക്ലീറൻകൈമയാണ്, ഫൈബേഴ്സും ഉണ്ട് സ്ക്ലീറിഡ്സും ഉണ്ട്. ഓക്കെ, എന്തിന്റെ ബേസിലാണ് അങ്ങനെ ആയത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ 2 ടൈപ്പ് എന്നുള്ളത് അവരുടെ ഒറിജിൻ, അവരുടെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് NCERT പറയുന്നുണ്ട്. 2 ടൈപ്പ്, ഒന്നെങ്കിൽ സ്ക്ലീറൻകൈമ ഫൈബേഴ്സ് ആവാം, സ്ക്ലീറിഡ്സ് ആവാം. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇത് പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഇതൊരു ഡെഡ് സെല്ലാണ് കേട്ടോ. ഇത് ഡെഡ് സെല്ലാണ്. മാത്രമല്ല നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളും കൂടിയാണ് ആര്? സ്ക്ലീറൻകൈമ. ഫൈബേഴ്സ് ആർ തിക്ക് വാൾഡ്, ഇലോങ്ങേറ്റഡ് ആൻഡ് പോയിന്റഡ് സെൽ, ജനറലി ഒക്കറിംഗ് ഗ്രൂപ്പ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് പ്ലാന്റ്. ഫൈബേഴ്സ് പലയിടത്തും കാണാം, ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കയറുണ്ടാക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്ലീറൻകൈമയുടെ ഫൈബേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ ചാക്കുനൂല്, അതുപോലെ ചണ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്നത്, ഫൈബേഴ്സുകളൊക്കെ കിട്ടുന്നത്. അതുപോലെ സ്ക്ലീറിഡ്സ് ആർ സ്ഫെറിക്കൽ. ആ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഓവൽ, സിലിണ്ട്രിക്കൽ, ഹൈലി തിക്കൺ ഡെഡ് സെൽ, വെരി നാരോ കാവിറ്റി, ലുമൻ. നമ്മൾ കണ്ടു. ഇവര് സ്ക്ലീറിഡ്സ് ഏറ്റവും സ്റ്റോൺ സെൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സ്ക്ലീറിഡ്സ്. കാരണം സ്ക്ലീറിഡ്സ് ഫ്രൂട്ട് വാൾസ് ഓഫ് നട്സിലുണ്ട്, അതുപോലെ പൾപ്പ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ഗുവ, പിയർ ആൻഡ് സപ്പോർട്ട. നമുക്കൊരു ഗ്രിറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതിനൊക്കെ കാരണം സ്ക്ലീറിഡ്സ് ആണ്. ഈ സപ്പോർട്ട കഴിക്കുമ്പോഴും പേരൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ. സീഡ് കോട്ട് ഓഫ് ലെഗ്യൂംസ്, ലെഗുമിനസിന്റെ സീഡ് കോട്ടിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ലീവ്സ് ഓഫ് ടീ ലീവ്സ്, തേയിലയുടെ ഇതിലൊക്കെ കാണാറുണ്ട് സ്ക്ലീറിഡ്സ്. ഒരു കാര്യം, ഒരു ഡെഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടിഷ്യൂ ആണ് ആര്? സ്ക്ലീറൻകൈമ. ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ് ആര്? കോളൻകൈമ. അത് മറക്കണ്ട ആരും. ഡെഡ് മെക്കാനിക്കൽ ടിഷ്യൂ, ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ, അത് ഏതാന്നുള്ളത് ഓർത്തു വെക്കുക. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കോംപ്ലക്സ് ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം പഠിക്കാനുണ്ട് കോംപ്ലക്സ് ടിഷ്യൂ. നിങ്ങൾ പഠിക്കണം, പബ്ലിക് എക്സാമിന് നീറ്റ് എക്സാമിനേഷന് ചോദിക്കും. ഇനി അതല്ല, ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇപ്പം അത് പഠിക്കണം എന്നില്ല കേട്ടോ. മനസ്സിലായോ? നീറ്റ് എക്സാമിനേഷൻ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ മതി. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നത്തെ ദിവസം, ഈ സ്ട്രീം ചെയ്ത ഇന്നത്തെ ഈ ദിവസം നിങ്ങളിപ്പോൾ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള മക്കൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും പബ്ലിക് എക്സാമിന് അതൊന്നും ആവശ്യമില്ല. നീറ്റ് എക്സാമിനേഷനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ അങ്ങനെയാണ്, പബ്ലിക് എക്സാമിന്റെ കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നമുക്കുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ നല്ല കുട്ടികളുണ്ട് അല്ലെ? ഈ വർഷം തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങളെ എത്രത്തോളം സഹായിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ സഹായിക്കുന്നുണ്ട്. ഈ NCERT പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ല. ഇതൊരു ഫൈനൽ ലാപ്പാണ്. അപ്പൊ നോക്കാം, നമുക്കൊരു കോംപ്ലക്സ് ടിഷ്യൂസിലേക്ക് വരാം. മക്കളെ, കോംപ്ലക്സ് ടിഷ്യൂനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. അവർ ഡിഫറെന്റ് ടൈപ്പ് സെൽസുകളാണ്, പക്ഷെ അവർ ഫങ്ഷൻ ചെയ്യുന്നത് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ടാണ് അവരിലെ എല്ലാ ആളുകളും ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ സൈലം എന്ന് പറയുന്നതിൽ 4 എലമെന്റ്സുകളാണ് ആൻജിയോസ്പേംസിലുള്ളത്. സൈലം, ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ്, പാരൻകൈമ. സൈലം എന്ന് പറയുന്നത് ഒരു ഡെഡ് ടിഷ്യൂ ആണ്. കാരണം അതില് പാരൻകൈമ ഒഴിച്ച് സൈലത്തിലെ 4 എലമെന്റ്സുകളുണ്ട്. സൈലം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിലെ 3 എലമെന്റ്സുകൾ ഡെഡ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റ് പോവുകയും അവർ ഡെഡ് ആവുകയും ചെയ്യും. സൈലം പാരൻകൈമ എന്ന് പറയുന്നത് ലിവിങ് സെല്ലാണ്. മോസ്റ്റ് ഓഫ് ദ കേസിലും സൈലം ഒരു ഡെഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് അതിലുള്ള എല്ലാ സെൽസുകളും അങ്ങനെയല്ല. നോക്കാം, അവരുടെ ഫങ്ഷൻ വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഫ്രം റൂട്ട് ടു ഏരിയൽ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. സൈലത്തിലൂടെയുള്ള വാട്ടറിന്റെ മൂവ്മെന്റ് ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഓക്കെ, കാരണം അത് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഫ്രം ബോട്ടം ടു ടോപ്പ്, അത്രേ ഉള്ളൂ. ഫ്രം റൂട്ട് ടു ഏരിയൽ പാർട്ട്, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഏരിയൽ പാർട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊന്നും പോകില്ല. അതിനവിടെ അതിനാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇപ്പൊ റൂട്ടിലേക്ക് ഫുഡ് എത്തിക്കാം, ലീഫിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് റൂട്ടിലേക്ക് എത്തിക്കാം. ഇനി ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് റൂട്ടിൽ, കുറച്ച് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫുഡ് എടുത്തിട്ട് തിരിച്ച് ലീഫിലേക്ക് എത്തിക്കാം. ബൈ ഡയറക്ഷണൽ ആണ്. പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ 2020 ആണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ. ഫ്ലോയം ബൈ ഡയറക്ഷൻ, സൈലം യൂണി ഡയറക്ഷണൽ ആണ്. ഓക്കെ, ശരി. ഇതിൽ ഫ്ലോയം, സൈലം, ഇതിലെ 4 എലമെന്റ്സുകൾ ഉണ്ട്. ഒരു ഡിഫറെന്റ് ടൈപ്പ് സെല്ലുകൾ കൂടിയതാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം സൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കണ്ടക്ടിങ് ടിഷ്യൂസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അത്യാവശ്യം സൈലം സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആളും കൂടിയാണ്. സൈലത്തിൽ 4 എലമെന്റ്സ് ഉണ്ട്: ട്രക്കീഡ്സ്, വെസൽ, സൈലം ഫൈബർ ആൻഡ് സൈലം പാരൻകൈമ.
അതിൽ ട്രക്കീഡ്സുകളും വെസൽസുകളിലൂടെയാണ് മെയിനായിട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് അവരെ ട്രക്കേറിയ എലമെന്റ്സ് എന്നാണ് പറയുക. സൈലത്തിലെ ട്രക്കീഡും ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെ. ഇതാണ് വെസല്, സൈലം വെസൽ. ഇത് സൈലം ട്രക്കീഡ്. ഇതിലൂടെയാണ് മെയിനായിട്ട് വാട്ടർ പോകുന്നത്. ഇവരെ ട്രക്കേറിയ എലമെന്റ്സ് എന്നാണ് പറയാം. ഇത് സൈലന്റ് ട്രക്കീഡ്സ്, എന്താ ഇത് ട്രക്കീഡ്, അതിന്റെ വിവിധ ചിത്രമാണ്. സൈലന്റ് ട്രക്കീഡ്, സൈലം വെസൽ. വെസലിന്റെ വേറെ പേര് ട്രക്കിയ എന്നാണ്. ട്രക്കിയറി എലമെന്റ്സ് എന്നാണ് ഇവർ രണ്ടുപേരെയും വിളിക്കുന്ന പേര്. ഓക്കെ, പറയാം, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഇനി വേറൊരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിംനോസ്പേമിനെ സൈലം വെസല് ഇല്ല. വെസൽ ഉള്ളത് ആർക്ക് മാത്രമാണ്? ആൻജിയോസ്പേമിന്റെ ഒരു ഫീച്ചറാണ്. ജിംനോസ്പേമിന് ഇല്ല എന്നേ പറയുന്നുള്ളൂ. എല്ലാ ജിംനോസ്പേമിനും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജിംനോസ്പേമിന് ഇല്ല, ആൻജിയോസ്പേമിന്റെ ഉണ്ട് വെസൽ. എല്ലാ ആൻജിയോസ്പേമിനും ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ട്രക്കീഡ്സ് അല്ലെ, ട്രക്കീഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഓക്കെ, അല്ല, ട്രക്കീഡ്സിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽ വിത്ത് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ്. ലിഗ്നിൻ എന്ന് പറയുന്ന സാധനം അതിന്റെ മേലെ വാളിലുണ്ട്. ലുമൻസ് ആൻഡ് ടാപ്പറിംഗ് എൻഡ്. ഓക്കെ, നമ്മുടെ എൻസിആർടി ലുമന്റെ കേസ് പറഞ്ഞില്ല, ലിഗ്നിഫൈഡ് വാൾസ് ആൻഡ് ടാപ്പറിംഗ് എൻഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. ദിസ് ആർ ഡെഡ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. ഓക്കെ, അതിന്റെ ഉൾഭാഗത്ത് അതിന്റെ വാളുകളിൽ ഒരുപാട് തിക്കണിങ്സ് ഉണ്ട്. തിക്കണിങ്സ് പല രീതിയിലായിരിക്കും തിക്നെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ട്യൂബിന്റെ ഉൾഭാഗത്ത് ഉൾവശങ്ങളിലെ തിക്നെസ്സുകൾ പല ഫോമിലുണ്ട്. തിക്നെസ് റൗണ്ട് ആയിട്ട് ഇങ്ങനെ കാണാം. തിക്നെസ്സേ ഇപ്പൊ എങ്ങനെ ഞാൻ വരയ്ക്കാം? അപ്പൊ കിണറിന്റെ പടവ് ഉണ്ടെങ്കിൽ നമ്മൾ കിണറിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പടവുകൾ ഉണ്ടാവും. ആ പടവുകൾ ചിലപ്പോൾ റൗണ്ട് ആയിട്ടായിക്കാരും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ സിക്സാക്ക് ആയിട്ട് പടിപടി പോലെ വെക്കുന്നവരുണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ വേരിയസ് തിക്കണിങ് ഫോമിലായി വേരിയസ് ഫോം ഉണ്ട്. തിക്നെസ് മാത്രം മനസ്സിലാക്കി വെക്കുക. In flowering plants, tracheids and vessel are the main water transporting elements. Flowering plants ൽ ജിംനോസ്പേമിൽ വെറും ട്രക്കീഡ്സ് മാത്രമാണ് വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. വെസലിലേക്ക് വരാം. വെസൽ എന്ന് പറയുമ്പോൾ ഒരു ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബാണ്. കണ്ട, ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബാണ്. വെസൽ ഉണ്ടാക്കിയത് ചെറിയ ചെറിയ വെസൽ മെമ്പേഴ്സ് കൊണ്ടാണ്. ഇതൊരു വെസൽ മെമ്പർ, ഇത് അടുത്ത വെസൽ മെമ്പർ. ഈ വെസൽ മെമ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ട് വെസൽ മെമ്പറും ഇവിടെ കണക്റ്റഡ് ആണ്. കണ്ട, വെസൽ ഇന്റർ കണക്റ്റഡ് ആണ് ഇവിടെ. അത് ആ പെർഫറേഷൻ പ്ലേറ്റ് എന്നാ പറയുക. അവർ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തിനെ പെർഫറേഷൻ പ്ലേറ്റ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഇതിലെ വെസലിനെ കുറിച്ച്. ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽസ് കോൾഡ് വെസൽ മെമ്പേഴ്സ് ഈച്ച് വിത്ത് ലിഗ്നിഫൈഡ്. അതിന് നല്ല കട്ടിയുണ്ട്, ലിഗ്നി മെറ്റീരിയൽ ഉണ്ട്, ലാർജ് സെൻട്രൽ കാവിറ്റി ആണ്. അത് മാത്രല്ല വെസൽ ഓൾസോ ദ വെസൽ സെൽസ് ഓൾസോ ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡെഡ് ആണെന്നുള്ള രീതിയിൽ പറയാൻ കാരണം. വെസൽ മെമ്പേഴ്സ് ആർ ഇന്റർ കണക്റ്റഡ് ത്രൂ പെർഫറേഷൻ ഇൻ ദയർ കോമൺ വൾ. നേരത്തെ കാണിച്ചു. പ്രസൻസ് ഓഫ് വെസൽ ഈസ് ദ ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം. ആൻജിയോസ്പേമിന്റെ ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് എല്ലാ ആൻജിയോസ്പേമിനും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇതാണത്. സൈലം ഫൈബേഴ്സ്, പേടിക്കണ്ട. ഫൈബേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച സ്ക്ലീറൻ കൈമ. ആ സ്ക്ലീറൻ കൈമയിലെ ഫൈബേഴ്സ് ആണ് ഇവിടുത്തെ സൈലം ഫൈബേഴ്സ് ഉദ്ദേശിക്കുന്നത്. സൈലത്തിന്റെ കൂടെയുള്ള ഫൈബേഴ്സ് കണ്ട, സ്ക്ലീറൻ കൈമ ഫൈബർ. സൈലം ഹൈലി തിക്കൻഡ് വാൾസ്, വളരെ ഇടുങ്ങിയ കാവിറ്റി ഒക്കെ ഉള്ള ആളാണ് ആര്? ഈ പറയുന്ന സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. ചിലപ്പോൾ സെപ്റ്റേറ്റ് ഉണ്ടാവാം, അസെപ്റ്റേറ്റ് ഉണ്ടാവാം. ഇത് സെപ്റ്റേറ്റ് ഉള്ളവരാണ്, ഇത് അസെപ്റ്റേറ്റ് ഉള്ള ഒരു ഫൈബേഴ്സ്. അത് ചിത്രം കാണിച്ചു തന്നുള്ളൂ സൈലത്തിലുള്ള ആള്. സൈലം പാരൻകൈമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈലം പാരൻകൈമ എന്ന് പറഞ്ഞാൽ ലിവിങ് സെല്ലാണ്. അത് പാരൻകൈമ തന്നെയാണ്. സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സെൽവാള്. ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാറുണ്ട്. സ്റ്റാർച്ചോ ഫാറ്റോ അല്ലെങ്കിൽ വേറെ ചില സബ്സ്റ്റൻസുകൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ടാനിൻസ് പോലുള്ള സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യാറുണ്ട്. വാട്ടറിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. അപ്പൊ അങ്ങനെയുള്ള പാരൻകൈമ സെല്ലുകളെ ഒരു പേരും കൂടി അറിയപ്പെടും, റേ പാരൻകൈമ എന്നുള്ള രീതിയിൽ. ഓക്കെ, സൈലം പാരൻകൈമ അതെന്താന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇപ്പോ സൈലത്തെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കുറച്ച് കാര്യം പറയാനുള്ളത്. സൈലം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി സൈലം ആൻഡ് സെക്കൻഡറി സൈലം. അതെങ്ങനെ സാറേ പ്രൈമറി സൈലം? നേരത്തെ നമ്മൾ അനാട്ടമിയിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. എന്ത് അനാട്ടമിയിൽ നമ്മൾ കുറച്ച് ഇത് കണ്ടിരുന്ന ഓർമ്മ ഉണ്ടാ? എന്ത് അനാട്ടമിയുടെ ലെയർ നമ്മൾ വരച്ചിരുന്നില്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ട സൈലം പ്രൈമറി സൈലാണ്. ഏത് സൈലാണ്? പ്രൈമറി സൈലം. ആ പ്ലാന്റിൽ ഓൾറെഡി ഉള്ള സൈലാണ്.
രണ്ടാമത് ഡെവലപ്പ് ചെയ്യും. ഇത് കണ്ട, ഈ കാമ്പിയം ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും സൈലം ഡെവലപ്പ് ചെയ്യും, ഫ്ലോയം ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറയും സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെ സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം എന്ന് പറയും. ഓൾറെഡി ഉള്ളതിനെ പ്രൈമറി എന്ന് പറയും, പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നതിനെ സെക്കൻഡറി എന്ന് പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൈമറി സൈലം ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, പ്രോട്ടോസൈലം, മെറ്റാസൈലം. ഫസ്റ്റ് ഫോംഡ് പ്രോട്ടോസൈലം, ലേറ്റർ ഫോംഡ് മെറ്റാസൈലം. ശരിയല്ലേ? ഈ ഒരു സൈലത്തിന്റെ അറേഞ്ച്മെന്റ്, ഈ ഒരു പ്രൈമറി സൈലത്തിന്റെ അറേഞ്ച്മെന്റ് അത് വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സൈലത്തിന്റെ അറേഞ്ച്മെന്റ് അതിപ്പോ സ്റ്റെം ആയാലും റൂട്ട് ആയാലും ചെറിയ വ്യത്യാസമുണ്ട് അറേഞ്ച്മെന്റിൽ. പ്രൈമറി സൈലത്തിന്റെ അറേഞ്ച്മെന്റ് ഇവിടെ, യെസ്, ഇതിപ്പോ ഒരു റൂട്ടാണെന്ന് വിചാരിക്കും. റൂട്ടില് ഇത് പിത്താണെങ്കിൽ ഇത് സൈലാണ്. റൂട്ടിന്റെ കേസിൽ സൈലം ഇങ്ങനെയാണ്, സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, അങ്ങനെയാണ് അത്ര റൂട്ടിന്റെ കേസിലുള്ള അറേഞ്ച്മെന്റ്. എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പിന്നെ പെരിസൈക്കിൾ ഉണ്ടാവും. പിന്നെ സൈലം ഫ്ലോയം സെപ്പറേറ്റ് ആയിരിക്കും. ഇവിടുത്തെ എന്താ പ്രത്യേകത എന്നറിയോ? ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെമ്മിന്റെ കേസിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്റ്റെമ്മിന്റെ കേസിൽ ഇത് സൈലം, ഇതിന്റെ മേലെ ഫ്ലോയം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇതുവരെ സൈലം മാത്രം കാണിച്ചിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, നമ്മൾ സ്റ്റെമ്മിന്റെ വാസ്കുലർ ബണ്ടിൽ വരയ്ക്കുമ്പോഴേ അടിയിൽ കുഞ്ഞി സൈലം, മേലെ മെറ്റാസൈലം എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, അത് ഇവിടെ സൈലം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഇപ്പുറത്ത് ഫ്ലോയം ഉണ്ടാവും. ഓക്കെ, പറഞ്ഞുള്ളൂ. ഇപ്പൊ റൂട്ടിന്റെ കേസിൽ ഈ പറയുന്ന കുഞ്ഞാപ്പി സൈലം, പ്രോട്ടോസൈലം പെരിഫറൽ സൈഡിലേക്കാണ്. അതുപോലെ തന്നെ വലിയ സൈലം, മെറ്റാസൈലം സെൻട്രലിലേക്കാണ്. ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേര് എക്സാർച്ച് അറേഞ്ച്മെന്റ് എന്നാണ്, മറ്റത് എൻഡാർച്ച് അറേഞ്ച്മെന്റ്. അതായത് പ്രോട്ടോസൈലം സെൻട്രലിലേക്കും മെറ്റാസൈലം പുറത്തേക്കുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡാർച്ച് അറേഞ്ച്മെന്റ്. അത് സ്റ്റെമ്മിലും ഇത് റൂട്ടിലും. പ്രൈമറി സൈലത്തിന്റെ അറേഞ്ച്മെന്റ് എക്സാർച്ച് ആൻഡ് എൻഡാർച്ച് അറേഞ്ച്മെന്റ് പറഞ്ഞുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. നമ്മൾ ഫ്ലോയത്തിലേക്ക് വരാം. ഇപ്പൊ ഫ്ലോയത്തിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഒരു സീവ് ട്യൂബ് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. സോറി, ഇത് സീവ് പ്ലേറ്റ് എന്നാണ്. സീവ് ട്യൂബ് എലമെന്റ്, ഫ്ലോയം പാരൻകൈമ, കമ്പാനിയൻ സെല്ല്, ഫ്ലോയം ഫൈബേഴ്സ്, അങ്ങനെ 4 എലമെന്റ്സ് കൂടിയതാണ് ഫ്ലോയം. പക്ഷെ ജിംനോസ്പേമിന് സീവ് ട്യൂബും ഇല്ല, കമ്പാനിയൻ സെല്ലും ഇല്ല. പകരം സീവ് സെൽ ആൻഡ് ആൽബുമിനസ് സെൽസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ സീവ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഇതൊരു സീവ് ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഈ സീവ് ട്യൂബിന്റെ ഇവിടെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. അതാണ് സീവ് എന്ന് പറയാൻ കാരണം. അരിപ്പ പോലെ അടുത്ത സീവ് ട്യൂബ് ഇപ്പുറത്തുണ്ടായിരിക്കും. ഇതാണ് ഒരു സീവ് പ്ലേറ്റ് എന്ന് പറയുന്നത്, ഒരു സീവ് അരിപ്പ പോലെ. ഈ സീവ് ട്യൂബിന്റെ പ്രത്യേകത, ഈ സീവ് ട്യൂബിന്റെ തൊട്ടടുത്തായിരിക്കും കമ്പാനിയൻ സെൽ അസോസിയേറ്റ് ചെയ്യുക. ഇവർ തമ്മിൽ ഒരു കണക്ഷൻസ്, ഒരു പിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇവർ തമ്മിൽ പിറ്റ് ഫീൽഡ്, കമ്പാനിയൻ സെൽസ് ആൻഡ് സീവ് ട്യൂബ്സ് ആർ കണക്റ്റഡ്. ഓക്കെ, കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും ഒരുമിച്ചുണ്ടാവുക. ഓക്കെ, അവരുണ്ടായിട്ടുള്ളത് 2 ഒരേ ടൈപ്പ് സെല്ല്, ഒരേ മദർ സെല്ലാണ് അവർക്കുണ്ട് എന്നുള്ളത് പറയപ്പെടാറുണ്ട്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെല്ല് എന്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് കാണുന്നത് എന്നുള്ളത് ഇപ്പൊ തന്നെ പറയും നമ്മൾ. അപ്പോൾ ഫ്ലോയത്തിന്റെ പ്രത്യേകത എന്താ? ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽ ആണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആൻജിയോസ്പേമിൽ 4 എലമെന്റ്, ഒന്ന് സീവ് ട്യൂബ് എലമെന്റ്, കമ്പാനിയൻ സെൽ, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ജിംനോസ്പേമിനെ സംബന്ധിച്ചിടത്തോളം സെല്ലുണ്ട്, സീവ് ട്യൂബായിട്ട് ഫോം ചെയ്യുന്നില്ല. അവര് സീവ് സെല്ലാണ്, അവർക്കും സീവ് ഉണ്ട്. മനസ്സിലായോ? ചെറിയ ചെറിയ സീവുകൾ അവർക്ക് പ്രസന്റ് ആണ്. പക്ഷെ അവർ ട്യൂബായിട്ട് ഇങ്ങനെ ഫോം ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രിമിറ്റീവ് ഒരു ടൈപ്പാണ് സീവ് സെല്ല്. ആ കമ്പാനിയൻ സെല്ലിന്റെ പോലെ തന്നെ ഉള്ളതാണ് ആൽബുമിനസ് സെൽസ് അവർക്കുള്ളത്. സീവ് സെല്ലും സീവ് ട്യൂബും സീവ് ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ 2 പേരും സീവ് എലമെന്റ്. സീവ് സെല്ലായാലും സീവ് ട്യൂബ് ആയാലും അവർ സീവ് ഉള്ളതാണ്, സീവ് എലമെന്റ്. സീവ് ട്യൂബ് എലമെന്റ് സീവ് സെല്ലും ഉണ്ട്. സോറി, സീവ് എലമെന്റ് എന്ന് പറയുമ്പോൾ സീവ് ട്യൂബും ഉണ്ട്, സീവ് സെല്ലും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, both sieve tube and companion cells are absent in gymnosperms. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. They contain sieve cells and albuminous cells. മനസ്സിലായി? ആൽബുമിനസ് സെൽസ് അവർക്കൊരു സീവ് സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് ആൽബുമിനസ് സെൽസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ സീവ് ട്യൂബ് എന്താണ്? ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സെല്ലാണ്. അത് പ്ലാന്റിലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച്ഡ് ആണ്. കാരണം അതുവഴിയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽ. അത് ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ്? കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ദർ എൻഡ് വാൾസ് ആർ സീവ് ലൈക്ക് മാനർ. ഓട്ടകളുണ്ട് ടു ഫോം സീവ് പ്ലേറ്റ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, അവർക്ക് സീവ് പ്ലേറ്റ് പോലെയാണ് എൻഡ് വാൾ. ഒരു ഓക്കെ, മെച്ചർ സീവ് എലമെന്റ്, ഒരു മെച്ചർ ആയിട്ടുള്ള സീവ് എലമെന്റിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ?
ഒരു മെച്ചർ സീവ് എലമെന്റിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സൈഡിൽ സൈറ്റോപ്ലാസം മാത്രമേ ഉണ്ടാവുള്ളൂ, പെരിഫറൽ സൈറ്റോപ്ലാസം. ഓക്കെ, ആൻഡ് ലാർജ് വാക്യൂൾ, അവർക്ക് ലാർജ് വാക്യൂൾ ഉണ്ട് സെൻട്രലില്, സൈഡിലേക്ക് ഒതുങ്ങി അവരുടെ സൈറ്റോപ്ലാസം. എങ്ങനെയപ്പോ ഞങ്ങളോട് പറയാ, ഒരു സീവ് ട്യൂബിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീവ് ട്യൂബിന്റെ സൈഡിലേക്ക് സൈറ്റോപ്ലാസം ഒതുങ്ങി സെൻട്രൽ വാക്യൂൾ പ്രസന്റ് ആയിരിക്കും. ന്യൂക്ലിയസ് ഇല്ല, പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ, ബട്ട് ലാക്ക് എ ന്യൂക്ലിയസ്. പിന്നെ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ പിന്നെ ഒരു ആരായിരിക്കും, പിന്നെ ആരുടെ ന്യൂക്ലിയസ് ആയിരിക്കും ഇവരുടെ ഫംഗ്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? The function of sieve tubes are controlled by nucleus of companion cell. Companion cell എന്തിനാണ് തൊട്ടടുത്ത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇവർക്ക് സീവ് ട്യൂബിന്റെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന കമ്പാനിയൻ സെൽ. ഇതാണ് സീവ് പ്ലേറ്റ്. ദിസ് ഇസ് എ സീവ് പ്ലേറ്റ്. തൊട്ടടുത്ത് കമ്പാനിയൻ സെല്ല് കാണിക്കുന്നുണ്ട്. ഓക്കെ, തൊട്ടടുത്ത് കമ്പാനിയൻ സെല്ല് ഇവിടെ ഉണ്ട്, സീവ് പ്ലേറ്റ്. ഓക്കെ, എന്താണ് കമ്പാനിയൻ സെല്ല്? അതൊരു സ്പെഷ്യൽ പാരൻകൈമ സെൽ. ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? സീവ് ട്യൂബായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും കണക്ട് ചെയ്യുന്നത് ബൈ എ പിറ്റ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്, അവരുടെ പരസ്പരം, അവരുടെ വാളുകൾക്കിടയിൽ. കമ്പാനിയൻ സെൽ ഹെൽപ്പ് മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ സീവ് ട്യൂബ്. സീവ് ട്യൂബ് വഴി ഫുഡ് പോകണമെന്നുണ്ടെങ്കിൽ പ്രഷർ വ്യത്യാസം വേണം. ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതലും ഒരു സ്ഥലത്ത് പ്രഷർ കുറവും വേണം, എങ്കിലാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആരാണ് അതിനെ സഹായിക്കുന്നത്? കമ്പാനിയൻ സെല്ലാണ് അതിനെ സഹായിക്കുന്നത്. പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കഷനിലേക്ക് വരുന്നത് ഫ്ലോയം പാരൻകൈമയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഫ്ലോയം കമ്പാനിയൻ സെല്ലും ഫ്ലോയം സീവ് ട്യൂബും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്ലോയം പാരൻകൈമ ഈ പറയാൻ പോകുന്ന അതൊക്കെ ലിവിങ് സെല്ലാണ്. ഇവിടെ ഒരാൾ മാത്രം ഡെഡ് സെല്ല്, അത് ഫ്ലോയം ഫൈബർ ആണ്. നോക്കാം, ഫ്ലോയം പാരൻകൈമ മേഡപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ സെല്ലാണ് അവര്. ഒരു ടാപ്പറിങ് സിലിണ്ട്രിക്കൽ സെല്ലാണ്, ഒരു ടാപ്പറിങ് ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ സെല്ലാണ് അവർ, ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്നത്. നല്ല ന്യൂക്ലിയസ് ഉണ്ട്, അത്യാവശ്യം സൈറ്റോപ്ലാസം ഒക്കെ നല്ല ഉണ്ട്. ദ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്. പിന്നെന്താ, ഹാസ്പിഡ്സ്, അവർക്ക് പിറ്റുണ്ട്. രണ്ട് സെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അഡ്ജസന്റ് ആയിട്ട് രണ്ട് സെല്ലുകൾ ജോയിൻ ചെയ്യുന്ന പ്ലാസ്മോഡെസ്മേറ്റകൾ ഉണ്ട്. അതൊക്കെ അവർ പറയാണ്, സെല്ലുകളുടെ സൈറ്റോപ്ലാസം തമ്മിൽ കണക്ട് ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മേറ്റകൾ ഉണ്ട് അവർക്ക്. അതുപോലെ ഫ്ലോയം പാര സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്, റെസിൻസ്, ലാറ്റക്സ്, മ്യൂസിലേജ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഫ്ലോയം പാരൻകൈമ ആബ്സെന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ മോണോകോട്ടിഡൻസ്. അത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. മോണോകോട്ടിൽ അവർ ആബ്സെന്റ് ആവാറാണ് പതിവ്. ഓക്കെ, ഇവിടെ ഫ്ലോയം പാരൻകൈമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് കാണാതെ പഠിക്കണം എന്ന് മാത്രം. ഫ്ലോയം ഫൈബേഴ്സ്, ഒരു പേടിയും പേടിക്കണ്ട, അതിന്റെ വേറെ പേര് ബാസ്റ്റ് ഫൈബർ. ഒരു പേടിയും പിടിക്കണ്ട, ആളാരാ? സ്ക്ലീറൻ കൈമയാണ്. ഒരു പേടിയും വേണ്ട, സ്ക്ലീറൻ കൈമ ആണ്. സ്ക്ലീറൻ കൈമയുടെ സെല്ലാണ് ഫ്ലോയം ഫൈബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതേ ഫീച്ചർ, ഇലോങ്ങേറ്റഡ്, ബ്രാഞ്ച് ഇല്ല, പോയിന്റഡ് ആയിട്ടുള്ള നീഡിൽ പോലത്തെ ടിപ്പുകളാണ്. അവരുടെ സെൽവാൾ എന്ന് പറയുന്നത് വളരെയധികം തിക്കായിരിക്കും. അവരുടെ മെച്യൂരിറ്റിയിൽ അവരുടെ പ്രോട്ടോപ്ലാസം നശിക്കും, ഉണ്ടാവില്ല, ലോസ് ചെയ്യും, ബിക്കം ഡെഡ്, അവർ ഡെഡായി മാറും. നേരത്തെ പറഞ്ഞ സ്ക്ലീറൻ കൈമയുടെ എല്ലാ ഫങ്ഷൻസും ഇവർക്കും ബാധകമാണ്. ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് ജൂട്ട് എന്ന് പറയുന്ന ചെടി, ഫ്ലാക്സ്, ഹെം, ഇത്തരം ചെടികളുടെ ഒക്കെ ഫൈബേഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. കൊമേഴ്ഷ്യൽ, ഇപ്പൊ ജൂട്ട് എന്നറിയാലോ, ജൂട്ട് ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫ്ലോയം ഫൈബേഴ്സ് ചെടികളിൽ നിന്ന് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇന്ന സാധനങ്ങൾ, ഈ ചെടികളുടെ ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറയാം, ഈ ഫ്ലോയം ഫൈബർ പ്രൈമറി ഫ്ലോയത്തിൽ ഉണ്ടാവില്ല, സെക്കൻഡറി ഫ്ലോയത്തിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫ്ലോയം ഫൈബേഴ്സ് ഈസ് ആബ്സെന്റ് ഇൻ പ്രൈമറി ഫ്ലോയം ബട്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സെക്കൻഡറി ഫ്ലോയം. എഴുതി വെച്ചോളി, ചിലപ്പം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലോയം ഫൈബർ. ഇതാണ് ടിഷ്യൂസ്, കോംപ്ലക്സ് ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കേൾക്കുക, ഒന്നുകൂടി ടെക്സ്റ്റ് വെക്കുക, കാര്യങ്ങൾ മാർക്ക് ചെയ്യുക, ലാബിൽ ചെയ്യുക, പഠിക്കുക. ദാറ്റ്സ് ഓൾ. ഇതെന്താ അങ്ങനെ, ഇതെന്ത് ടിഷ്യൂ ആണെന്നിങ്ങനെ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. മക്കളെ, നമ്മൾ ഇനി ഡിസ്കഷനിലേക്ക് വരുന്നത് പ്ലാന്റ് ടിഷ്യൂ സിസ്റ്റ് ആണ്. നമുക്കറിയാലോ വിവിധ തരം ടിഷ്യൂസ് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ട് എന്നുള്ളത്.
പക്ഷെ ആ ടിഷ്യൂസ് അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് അതിന്റെ ലൊക്കേഷൻ, ഓരോ ലൊക്കേഷനിൽ വിവിധ തരം ടിഷ്യൂസുകൾ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം സെൻട്രലിലേക്ക് വരുന്തോറും അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിലേക്ക് വരുമ്പോൾ അവിടെ സൈലവും ഫ്ലോയോ ആയി, എന്നാൽ പെരിഫറൽ സൈഡ് എപ്പിഡെർമൽ റീജിയൻസിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ്, ഏത് ടിഷ്യൂ ആണ്, ഓരോ സ്ഥലങ്ങളിലും ഏതൊക്കെ ടൈപ്പ് ടിഷ്യൂസുകളാണ് നോക്കാം. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആൻഡ് ലൊക്കേഷൻ, ദർ ആർ 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനൊരു എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നോക്കിട്ടോ, ഞാനൊരു എപ്പിഡെർമിസ് ഇവിടെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എപ്പിഡെർമൽ സെൽസ് ആണ്. ഇത് കണ്ട എപ്പിഡെർമൽ സെൽസ് ഞാനിവിടെ വരച്ചു. തീർച്ചയായിട്ടും ഈ എപ്പിഡെർമൽ സെൽസ് പാരൻകൈമ സെൽസ് ആണ് അല്ലെ, ഇലോങ്ങേറ്റഡ് പാരൻകൈമ സെൽസ് ആണ്. യൂഷ്വലി സിംഗിൾ ലെയർ ആയിട്ടാണ് എപ്പിഡെർമൽ സെൽസ് വരക്കുന്നത്. എന്നാൽ ചിലതിൽ മൾട്ടി ലെയർ കാണാം. യൂഷ്വലി സിംഗിൾ ലെയർ ആണ്. ഇവിടെ നമുക്ക് സ്റ്റോമ കാണാൻ പറ്റും. സ്റ്റോമ, എപ്പിഡെർമൽ റീജിയൻസിൽ നമുക്ക് സ്റ്റോമ കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ മേലെ ഒരു ഔട്ടർ എപ്പിഡെർമൽ സെൽസിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയേഴ്സ് പ്രസന്റ് ആണ്. ക്യൂട്ടിക്കിൾ ലെയേഴ്സ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ എപ്പിഡെർമിസിൽ തന്നെ അതിന്റെ ഔട്ട്ഗ്രോത്ത്, ഒരു എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്ത് പ്രസന്റ് ആണ്. എപ്പിഡെർമൽ ഹെയർസ് പ്രസന്റ് ആണ്. അത് മൾട്ടി സെല്ലുലാർ ആണ്. അതിനെ എപ്പിഡെർമൽ ഔട്ട്ഗ്രോത്തിന് വിളിച്ച, അല്ലെങ്കിൽ എപ്പിഡെർമൽ അപ്പൻഡേജ് സ്റ്റെമ്മിന്റെ മേലെ കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ട്രൈക്കോംസ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റോയുണ്ട്, എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള ഇവിടെ ട്രൈക്കോം എന്നാണ് പറയാ. സ്റ്റെമ്മിൽ, റൂട്ടിലാണെങ്കിൽ എന്താ പറയാ, നമ്മള് റൂട്ട് എയർ എന്നാ പറയാ. ഇപ്പൊ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പിഡെർമിസ്, ഇപ്പൊ റൂട്ടിന്റെ എപ്പിഡെർമിസ് ആണ് ഈ വരക്കുന്നതെങ്കിൽ, റൂട്ടിന്റെ ഔട്ടർ ലെയർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എപ്പിഡെർമിസ് ഇല്ല, ക്യൂട്ടിക്കിൾ ഇല്ല. അതുകൊണ്ട് അവരെ എപ്പിഡെർമിസിനെ എപ്പിബ്ലമ എന്നാണ് വിളിക്കുക. അവിടെ റൂട്ട് എയർ ഉണ്ട്. റൂട്ട് എയർ ഒരു യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ആണ്, മനസ്സിലായോ? ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള പുറത്തേക്കുള്ള ഒരു ഔട്ട്ഗ്രോത്ത് ആണ് ശരിക്കും റൂട്ട് എയർ എന്ന് പറയുന്നത്. ചില എപ്പിഡെർമൽ സെൽസുകൾ അങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ടെന്ന് NCERT പറയുന്നുണ്ട് റൂട്ട് എയർ. അത് റൂട്ടിന്റെ എപ്പിഡെർമിസിനെ നമ്മൾ വിളിക്കുക എപ്പിബ്ലമ എന്നാണ്, ക്യൂട്ടിക്കിൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ നമ്മളിവിടെ വരച്ചിട്ടുള്ള എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, അതൊരു ഔട്ടർമോസ്റ്റ് കവറിംഗ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ, സ്റ്റോമ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് സ്റ്റൊമാറ്റ, ആൻഡ് ദ എപ്പിഡെർമൽ അപ്പൻഡേജസ് ട്രൈക്കോംസ് ആൻഡ് ഹെയർസ്. ട്രൈക്കോംസ് കാണുന്നത് സ്റ്റെമ്മിലും, റൂട്ട് ഹെയർസ് കാണുന്നത് ഇവിടെ റൂട്ടിലും. ഓക്കെ, എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. പ്രൈമറി പ്ലാന്റ് ബോഡിയിൽ കാണും. സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ ഒക്കെ, എപ്പിഡെർമൽ സെൽസിലൊക്കെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ നടക്കും. Made up of elongated, compactly arranged cell which form a continuous layer. Usually it is single layer എന്നാണ് പറയുന്നത്. എന്നാൽ എപ്പിഡെർമൽ സെൽസ് യൂഷ്വലി സിംഗിൾ ലെയർ ആണെങ്കിലും മൾട്ടി ലെയർ കാണാറുണ്ട്. എപ്പിഡെർമൽ സെൽസ് ആർ പാരൻകൈമയാണ്. കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് ആ സെൽവാളിനോട് അടുത്തത്. ഇപ്പൊ സെൽവാൾ ആണെന്നുണ്ടെങ്കിൽ, സെൽവാളിന്റെ തൊട്ടടുത്ത് കുറച്ച് ആ സെൽവാളിനെ ലൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. കുറെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ലാർജ് വാക്യൂൾ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ലാർജ് വാക്യൂൾ ഉണ്ട്. ദ ഔട്ട്സൈഡ് ഓഫ് എപ്പിഡെർമിസ് കവേർഡ് വിത്ത് വാക്സി തിക് ലെയർ കോൾഡ്, വാക്സി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാക്സി തിക് ലെയർ കോൾഡ് എന്താണ്, ക്യൂട്ടിക്കിൾ. അത് ക്യൂട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാം, ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും, പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, സ്റ്റൊമാറ്റ നിങ്ങൾക്കറിയാം. സ്റ്റൊമാറ്റ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റൊമാറ്റയുടെ കുറിച്ച് ചിത്രം കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റൊമാറ്റയുടെ ചിത്രം കാണുന്നുണ്ട്. എന്താ സംഭവം? ഈ പറയുന്ന സ്റ്റൊമാറ്റയ്ക്ക് അല്ലെങ്കിൽ സ്റ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്വാഡ് സെല്ലും, രണ്ട് ഗ്വാഡ് സെല്ലും അതിന്റെ ഒരു ഓപ്പണിങ്ങും ഇവിടെ പ്രസന്റ് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ഇന്നർ ലെയർ കുറച്ച് എന്താണ്, തിക്കായിരിക്കും. ഈ ഗോഡ് സെല്ലിന്റെ ഇന്നർ ലെയർ കുറച്ച് എന്തേക്കാരം, തിക്നെസ് കൂടുതലായിക്കാരം. ഓക്കെ, കുറച്ച് തിക്ക് ഉണ്ടായിരിക്കും. ഗോഡ് സെല്ലിന്റെ ഔട്ടർ ലെയർ അത് കുറച്ച് തിന്നായിരിക്കും. ഇത് സ്റ്റൊമാറ്റൽ പോർ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേര് സ്റ്റൊമാറ്റൽ പോർ എന്നായിരിക്കും. ഓക്കെ, സ്റ്റൊമാറ്റൽ പോർ. ഇനി പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും. ഈ സ്റ്റൊമാറ്റയുടെ തൊട്ടടുത്ത്, ഈ ഗോഡ് സെല്ലിന്റെ തൊട്ടടുത്ത് എപ്പിഡെർമൽ സെൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ എപ്പിഡെർമൽ സെൽസ് മോഡിഫൈ ചെയ്ത് അതിന്റെ സൈസും അതിന്റെ ഷേപ്പും ഒക്കെ മോഡിഫൈ ചെയ്ത്, ഗോഡ് സെല്ലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എപ്പിഡെർമൽ സെൽസ് മോഡിഫൈ ചെയ്ത് അതിന്റെ സൈസും ഷേപ്പിലും മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സിഡറി സെൽസ് എന്ന് വിളിക്കുന്നത്. സബ്സിഡറി സെൽ. ഇത് എല്ലാ സ്റ്റൊമാറ്റയ്ക്കും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. സബ്സിഡറി സെൽ എല്ലാ സ്റ്റൊമാറ്റയ്ക്കും ഇല്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇൻ ഫ്യൂ
അല്ലെ, അല്ലെങ്കിൽ സം ടൈംസ് എന്നാണ് പറയുന്നത്. ഇൻ സം ടൈംസ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റൊമാറ്റയ്ക്ക് എന്തുണ്ടാവണമെന്നില്ല, സബ്സിഡറി സെൽസ് ഉണ്ടാവണമെന്ന് ഇല്ല. മനസ്സിലായോ? എന്നാൽ ഈ സബ്സിഡറി സെൽസും ഈ പറഞ്ഞ ഗ്വാഡ് സെല്ലും ഈ സ്റ്റൊമാറ്റൽ പോറും അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ, ഇതിനെല്ലാം കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഗ്വാഡ് സെൽ ഉണ്ടല്ലോ, ഈ ഗ്വാഡ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിരിക്കും. ഗോഡ് സെല്ലിന്റെ ഷേപ്പ് ബീൻ ഷേപ്പ് ആയിരിക്കും. അതായത് മോണോകോട്ടിന്റെ കേസിൽ, പ്രത്യേകിച്ച് ഗ്രാസ് ഫാമിലിയിൽ അതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഡംബൽ ഷേപ്പാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ ചിത്രത്തിൽ ഇവിടെ ഗോഡ് സെല്ല് ബീൻ ഷേപ്പാണ്, ഇവിടെ ഗോഡ് സെല്ല് ഏത് ഷേപ്പാണ്? ഡംബൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഡിഫറൻസ് എത്രയേ ഉള്ളൂ? അതിന്റെ ആ ഷേപ്പ്. അപ്പൊ സബ്സിഡറി സെല്ല് മറക്കണ്ട. NCERT ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദി വിസിനിറ്റി ഓഫ് ഗോഡ് സെൽ എന്നാണ് പറയുന്നത്. ഗോഡ് സെല്ലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചില എപ്പിഡെർമൽ സെൽസുകൾ മോഡിഫൈ ചെയ്ത് അതിന്റെ ഷേപ്പും സൈസും മാറുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സബ്സിഡറി സെൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഈ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്ചേഞ്ച് ഒരു ഫംഗ്ഷനാണ്, ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഇതെല്ലാം സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷനാണ്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഗോഡ് സെല്ലിന്റെ ഫംഗ്ഷൻ. ഗോഡ് സെല്ലാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ആൾ. സ്റ്റൊമാറ്റന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഗോഡ് സെല്ലായിരിക്കും. മക്കളെ, എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്താന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കഷനിലേക്ക് വന്നിരുന്നു. സ്റ്റെമ്മിൽ കാണുന്നതാണെങ്കിൽ അത് ട്രൈക്കോംസ് ആണെന്നും റൂട്ടിൽ കാണുകയാണെങ്കിൽ അത് ഹെയർ ആണെന്നും നമ്മൾ പറഞ്ഞതാണ്. സ്റ്റെമ്മിൻ്റെത് ഒരു മൾട്ടി സെല്ലുലാർ യൂഷ്വലി എന്ന് പറഞ്ഞു. സ്റ്റെമ്മിൽ കാണുന്ന ട്രൈക്കോംസ് ചിലപ്പം ബ്രാഞ്ചഡ് ആവാം, അൺബ്രാഞ്ചഡ് ആവാം, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. ബ്രാഞ്ചഡ് ആവാം, അൺബ്രാഞ്ചഡ് ആവാം, സോഫ്റ്റ് ആയിരിക്കാം, സ്റ്റിഫ് ആയിരിക്കാം, ചിലപ്പോൾ സെക്രീറ്ററി ഫംഗ്ഷൻ ആയിരിക്കാം. ഒരുപാട് ട്രൈക്കോംസ് ഉണ്ടെങ്കിൽ ട്രാൻസ്പിറേഷന്റെ റേറ്റ് കുറയ്ക്കാനും കഴിയും എന്നുള്ളത് തന്നെ പറയുന്നുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഈ സ്റ്റൊമാറ്റോ വഴിയൊക്കെ ആകുമ്പോൾ ട്രൈക്കോംസ് കൂടുതലുണ്ടെങ്കിൽ ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും. എന്നാൽ റൂട്ട് ഹെയർ എന്താന്നുള്ളത് ഇതിന് മുന്നേ നമ്മൾ മോർഫോളജിയിലും ഡിസ്കഷൻ ചെയ്തിരുന്നു. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഔട്ട് ഗ്രോത്ത് ആണ് എപ്പിഡെർമിസിൻ്റെത് എന്നുള്ളത് ആ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റിൽ തന്നെ പറയുന്നുണ്ട്. അത് യൂണിസെല്ലുലാർ ആണ്, വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു സർഫേസ് ഏരിയ കൂട്ടുന്ന ഒരു സ്ട്രക്ചറും കൂടിയാണ് ഇത് റൂട്ട് ഹെയർ എന്ന് പറയുന്നുണ്ട്. സോ എപ്പിഡെർമൽ അപ്പൻഡേജസിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഇപ്പൊ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അറിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ല. ഞാനിതാ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എപ്പിഡെർമിസ് അല്ലെ, നേരത്തെ നമ്മൾ വരച്ചിരുന്നു തുടക്കത്തിൽ. ഇത് എന്താണ്? കോർട്ടെക്സ്, പിന്നെ വാസ്കുലാർ ബണ്ടില്. ഓർമ്മയുണ്ടെന്നായിരിക്കും. ഈ എപ്പിഡെർമിസും ഈ വാസ്കുലാർ ബണ്ടിലും ഒഴിച്ചിട്ടുള്ള എല്ലാ റീജിയൻസിനെയും നമ്മൾ പറയുന്നത്, അവിടെ ഉള്ളതിനെയാണ് ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ, അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ടിഷ്യൂവിൽ മൊത്തം സിമ്പിൾ ടിഷ്യൂസ് ആണ്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. എന്നാലും പാരൻ കൈമയാണ് കൂടുതലും കോർട്ടെക്സിലും പെരിസൈക്കിളിലും പിത്തിലും മെഡുലറി റേസിലും അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിലും എപ്പിഡെർമിസ് ഒഴിച്ചിട്ടുള്ള എല്ലാത്തിനെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയാം. അവിടെ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ് ഇതൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂവിന്റെ ഭാഗമാണ്. ഇനി പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലീഫിന്റെ കേസിൽ ലീഫിന്റെ അനാട്ടമി എടുക്കുകയാണെങ്കിൽ, ലീഫിന്റെ അനാട്ടമി എടുക്കുമ്പോൾ നമ്മളത് പറയും. ലീഫിന്റെ അനാട്ടമി ഞാൻ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ലീഫിന്റെ അനാട്ടമിയിൽ ലീഫിന്റെ ഗ്രൗണ്ട് ടിഷ്യൂ ഏതാന്ന് വെച്ചാൽ മീസോഫിൽ. അതെന്താന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിനി അടുത്തത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോകാം. എന്താണ് ഈ വാസ്കുലാർ ബണ്ടിൽ? അതാദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് വാസ്കുലാർ ബണ്ടിൽ? ഒരു വാസ്കുലാർ ബണ്ടിൽ എന്താ അത് മനസ്സിലാക്കണമല്ലോ. വാസ്കുലാർ ബണ്ടിൽ സൈലോം ഫ്ലോയും ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലാർ ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം ടുഗദർ. അപ്പോൾ ചില വാസ്കുലാർ ബണ്ടിലിൽ കാമ്പിയം പ്രസന്റ് ആയിരിക്കും. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം വരച്ചപ്പോൾ അങ്ങനെയാണ്. കാമ്പിയം ഉണ്ടെങ്കിലാണ് അത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. ഇനി കാമ്പിയം ഇല്ലെങ്കിലോ? കാമ്പിയം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. അറിയുന്ന കാര്യമാണ്. ഇത് മോണോകോട്ടിൽ, മറ്റേത് ഡൈക്കോട്ടിൽ. ഇവിടെ ഫ്ലോയം, ഇത് സൈലം. ഇവിടെ ഫ്ലോയം, ഇത് സൈലം. അപ്പോൾ ഓപ്പൺ വാസ്കുലാർ ബണ്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലും ഉണ്ട്. മനസ്സിലായോ? നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എവിടെയാണ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ? കാമ്പിയം ഉണ്ടെങ്കിലല്ലേ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാമ്പിയം, അതുകൊണ്ടാണ് അവർ
ഓപ്പൺ ആണെന്ന് പറയാൻ കാരണം സെക്കൻഡറി ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും അവർ കാമ്പിയം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാമ്പിയം. എന്നാൽ ഇവിടെ അതില്ല മോണോകോട്ടിന്റെ കേസിൽ. ഓക്കെ, ഇനി പറയാൻ പോണ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് കാമ്പിയം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആണ്. അത് മാത്രമല്ല സെക്കൻഡറി സൈലവും ഫ്ലോയും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കാമ്പിയം ആബ്സെന്റ് ആണ്, അതുകൊണ്ട് സെക്കൻഡറി ടിഷ്യൂ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നു. എടാ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും അറേഞ്ച്മെന്റിന്റെ ബേസിൽ വാസ്കുലർ ബണ്ടിൽ നമ്മൾ വേറെ രീതിയിൽ ഡിസ്കഷനിലേക്ക് വരുന്നുണ്ട്. റൂട്ടിന്റെ കേസിലാണെങ്കിൽ നേരത്തെ ഞാൻ റൂട്ട് വരച്ച സമയത്ത് ഞാൻ പറയുന്നു സൈലം ഫ്ലോയം സെപ്പറേറ്റ് ആയിട്ടാണ് കെടുക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഡിഫറെന്റ് റേഡിയയിലാണ് ഇവർ കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ റേഡിയൽ എന്നാണ് പറയാ. സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ സൈലം ഫ്ലോയം ഒരേ റേഡിയസിലായിരിക്കും, ഒരേ റേഡിയസിൽ. അപ്പോൾ അവരെ കൺജോയിന്റ് എന്ന് പറയും. ഒരേ സൈഡിലായതുകൊണ്ട് കൊളാട്രൽ എന്നും പറയും. ഈ ടൈപ്പ് കേട്ടോ, ഈ ടൈപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റെമ്മിൻ്റെതൊക്കെ കൊളാട്രൽ എന്നും കൂടി പറയും. കൺജോയിന്റ് എന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. നീറ്റിന് കൺജോയിന്റ് ആണ് വരാൻ സാധ്യത. ഈ കൊളാട്രൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, കാരണം ഇവർ ഒരേ സൈലം ഫ്ലോയം ഒരേ സൈഡ് ബൈ സൈഡ് ആയിട്ട് നിൽക്കുകയാണ്. കൺജോയിന്റ് കൊളാട്രൽ ആണ്. കൺജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലം ഫ്ലോയം ഒരേ റേഡിയസിൽ വരിക, അത്രേ ഉള്ളൂ. പല രീതിയിൽ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ ഉണ്ട്. ഈ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിനെ വിളിക്കുന്ന പേര് കൊളാട്രൽ എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട, ഇനി അത് പഠിച്ചില്ലെങ്കിലും വേണ്ട. ഇത് കൺജോയിന്റ് ഓപ്പൺ, ഇത് കൺജോയിന്റ് ക്ലോസ്ഡ്. ഒന്നിൽ മെരിസ്റ്റ ഉണ്ട്, ഒന്നിൽ മെരിസ്റ്റ ഇല്ല. സാധാരണഗതിയിൽ ഇത്തരം കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ കാണുന്നത് സ്റ്റെമ്മിലും ലീഫിലുമാണ്. ലീഫിന്റെ അനാട്ടമി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യമുണ്ട്, യൂഷ്വലി ഫ്ലോയം എവിടെ നിൽക്കാറ്? സാധാരണ രീതിയിൽ സൈലത്തിന്റെ മേലെയാണ് കിടക്കാറ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കൺജോയിന്റിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് ഓരോ അനാട്ടമിയും, ഓരോ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ലീഫിന്റെ ഒക്കെ അനാട്ടമിയും ആണ് ഇനി ഡിസ്കഷനിലേക്ക് വരാൻ പോണത്. എടാ മക്കളെ, ഞാൻ ഈ കാണിച്ചത് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആണ്. എടാ, ഒരു ഡൈക്കോട്ടിന്റെ അനാട്ടമി ഇതിന് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫസ്റ്റത്തെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് അതിന്റെ ഗ്രൗണ്ട് പ്ലാൻ വരച്ചിരുന്നു. ഇതാണ് എപ്പിഡെർമിസ്. ഇവിടെ ഞാൻ ഇങ്ങനെ വട്ടമായിട്ട് ഇങ്ങനെ വരച്ചിരുന്നു, ഓർമ്മണ്ട? ഇവിടെ വാസ്കുലർ ബണ്ടില് അല്ലേ? നിങ്ങൾ നോക്കി ഈ വാസ്കുലർ ബണ്ടിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു റിങ്ങിൽ അറേഞ്ച് ചെയ്ത പോലെയാണ് വാസ്കുലർ ബണ്ടിൽ. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. നമുക്ക് ഇവിടുത്തെ ഒരു റീജൻ ആണ് ഇത്, ഈ സാധനം. അതായത് ഇവിടുത്തെ ഒരു എലാബറേറ്റഡ് പോർഷൻസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വരച്ച ഈ ചിത്രത്തിലുള്ളത് ഡൈക്കോട്ട് സ്റ്റെം നേരത്തെ പറഞ്ഞതാണ്. ഔട്ടർ മോസ്റ്റ് ലെയർ എന്താ? എപ്പിഡെർമിസ് അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്. അതിന്റെ മേലെ ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും, ക്യൂട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും അല്ലേ? എപ്പിഡെർമൽ ഹെയർ ആണ് ട്രൈക്കോംസ്. ഞാൻ പറയുന്നുള്ളൂ. ഇനി എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കോർട്ടെക്സ് റീജിയൻ ആണ്. കോർട്ടെക്സ് റീജിയൻ, എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഏത് റീജിയനാ? കോർട്ടെക്സ് റീജിയൻ ആണ്. ശ്രദ്ധിക്കെല്ലാരും, കോർട്ടെക്സ് റീജിയൻ നോക്ക്. കോർട്ടെക്സ് റീജിയൻ, ഞാൻ കളർ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഇത്രയും ഭാഗം കോർട്ടെക്സ് റീജിയൻ ആണ്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ ഏത് റീജിയനാ? കോർട്ടെക്സ് റീജിയൻ. കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. ഇത് കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡെർമിസ്. ഇത് എൻഡോഡെർമിസ് ആണ്. ഈ കോർട്ടെക്സ് ഇവിടെ 3 സബ് സോൺ ആയിട്ടാണ്. ഇവിടെ ഹൈപ്പോഡെർമിസ്, ഇത് ഹൈപ്പോഡെർമിസ്, ഇത് ജനറൽ കോർട്ടെക്സ്. ഈ ഹൈപ്പോഡെർമിസിന്റെ താഴെയുള്ള ഈ കോർട്ടിക്കൽ ലെയർ അത് പാരൻകൈമ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഏറ്റവും എന്താ പറയാ, ഈ പറയുന്ന ഹൈപ്പോഡെർമിസ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ജനറൽ കോർട്ടെക്സ്, ഇതിനെ ജനറൽ കോർട്ടെക്സ് എന്ന് പറയും. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ളത് എൻഡോഡെർമിസ്, അങ്ങനെ പറയാം. ഒന്നും കൂടി വ്യക്തമാവാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചിത്രം തന്നെ വേണ്ടി വരും എന്നറിയില്ല. ഫസ്റ്റത്തെ ലെയർ എപ്പിഡെർമിസ്, പിന്നെ ഒരു ജനറൽ കോർട്ടെക്സ്, പിന്നെ ലാസ്റ്റ് ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡെർമിസ്. ഒരു ഹൈപ്പോഡെർമിസ് ഇവിടെ ഉണ്ട്, പിന്നെ ജനറൽ കോർട്ടെക്സ് ഉണ്ട്, പിന്നെ എൻഡോഡെർമിസ്. ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയത് കോളൻ കൈമ കൊണ്ടാണ്. ജനറൽ കോർട്ടെക്സ് അല്ലെങ്കിൽ കോർട്ടിക്കൽ ലെയർ ബിലോ ദി ഹൈപ്പോഡെർമിസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പാരൻകൈമാറ്റസ് ആണ്. പിന്നെ എൻഡോഡെർമിസിന്റെ മേലെ സ്റ്റാർച്ചിന്റെ തരികളുണ്ട്. സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കും. എൻഡോഡെർമിസിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കും. എൻഡോഡെർമിസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാം പെരിസൈക്കിൾ ആണ്. ഈ പെരിസൈക്കിൾ സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെമി ലൂണാർ പാച്ച് ആയിട്ടാണ് ആ വാസ്കുലർ ബണ്ടിലിന്റെ മേലെ കിടക്കുന്നത്. ഇതാണ് വാസ്കുലർ ബണ്ടിൽ, ഇത് വാസ്കുലർ ബണ്ടിൽ. അതിന്റെ മേലെ ഒരു
തൊപ്പിയിട്ട പോലെ ബണ്ടിൽ ക്യാപ്പ് ആയിട്ട് ഒരു സെമി ലുണാർ പാച്ച് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. വാസ്കുലാർ ബണ്ടിൽ എന്ത് ടൈപ്പ് വാസ്കുലാർ ബണ്ടിലാണ്? കൺജോയിന്റ് ആണ്, വേണമെങ്കിൽ കൊളാട്രൽ എന്നും കൂടി പറയാം. കൺജോയിന്റ് ആണ്, ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്, എൻഡാർച്ച് ആണ്. പ്രോട്ടോസൈലം എൻഡാർച്ച് അറേഞ്ച്മെന്റ് ആണ്. പ്രോട്ടോസൈലം താഴേക്കും മെറ്റാസൈലം മേലേക്കാണ് ഇവിടെ കാണുന്നത്. വിത്ത് ഒരുപാട് പാരൻകൈമ സെൽസ് അവിടെ കാണുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞട്ടെ. ഇവിടെ കോർട്ടെക്സിനെ 3 സോണായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹൈപ്പോഡർമിസ് ഉണ്ടാക്കിയത് കോളൻ കൈമ കൊണ്ടാണ്. പെരിസൈക്കിൾ ഒരു തൊപ്പി പോലെ ബണ്ടിൽ ക്യാപ്പായി ഒരു സെമി ലുണാർ പാച്ച് പോലെ കാണുന്നു. വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്. എൻഡാർച്ച്, പ്രോട്ടോസൈലം. ഇത്ര നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. എന്നാൽ മോണോക്കോട്ട് സ്റ്റെമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോണോക്കോട്ട് സ്റ്റെമ്മില് ഇപ്പൊ ഇത് കണ്ടെങ്കിൽ ചിതറിക്കെടുക്കുകയാണ് വാസ്കുലാർ ബണ്ടിൽസ്. സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിലാണ്. ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ വേർതിരിച്ചിട്ടില്ല. അവിടെ പിത്തില്ല, മെഡുലറി റേസ് ഇല്ല, അവിടെ അങ്ങനെ ഒരു സാധനവും ഇല്ല. ഒക്കെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് പാരൻകൈമ സെൽ, ഒരു കോൺസ്പിക്യൂസ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ്. അതിന്റെ ഉള്ളിൽ വാസ്കുലാർ ബണ്ടിലാണ് ചിതറിക്കെടുക്കുക, സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽ. ഹൈപ്പോഡർമിസ് ഉണ്ട് കേട്ടോ. ഹൈപ്പോഡർമിസ് ആകുള്ളത് എന്താ? സ്ക്ലീറൻ കൈമയാണ്. മനസ്സിലായോ? സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിലാണ്. വാസ്കുലാർ ബണ്ടിൽ 2 ടൈപ്പ് വാസ്കുലാർ ബണ്ടിലാണ്. എന്താണെന്നറിയോ? ഒന്ന് ഈ സൈഡിൽ ഇങ്ങനെ കാണുന്ന വാസ്കുലാർ ബണ്ടിലൊക്കെ ചെറുതാണ്, പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽ. സെൻട്രലിലേക്ക് വരുന്നതോറും വാസ്കുലാർ ബണ്ടിൽ ലാർജ് ആയിരിക്കും. മനസ്സിലായോ? വാസ്കുലാർ ബണ്ടിൽ സ്കാറ്റേർഡ്. ഇത് പിന്നെ ഞാൻ അതിന്റെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞേന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാ ഞാൻ ഈ പറഞ്ഞത്? അത് നിങ്ങൾ പറയും. എന്താ ഞാൻ പറഞ്ഞത്? അതായത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവിടെ സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിലാണ്. 2 ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്. പെരിഫറൽ വാസ്കുലാർ ബണ്ടിലും സെൻട്രൽ വാസ്കുലാർ ബണ്ടിലും. ആരാ ലാർജ്? സെൻട്രൽ വാസ്കുലാർ ബണ്ടിൽ ലാർജ്, പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽ സ്മോൾ ആയിരിക്കും, അല്ലെ? ഇനി ഹൈപ്പോഡർമിസ് ഉണ്ട്. ഹൈപ്പോഡർമിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഹൈപ്പോഡർമിസ് ഉണ്ടാക്കിയത് സ്ക്ലീറൻ കൈമ കൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടേ. ഹൈപ്പോഡർമിസ് സ്ക്ലീറൻ കൈമയാണ്. ഇവിടെ കോർട്ടെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല, ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയാം, ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഇനി രസം അതല്ല, ഇവിടെ വാസ്കുലാർ ബണ്ടില് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വാസ്കുലാർ ബണ്ടിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പിയില്ല, ഇത് ഫ്ലോയം. ഓക്കെ, ശരി, ഫ്ലോയം. ഇവിടെ സൈലം ഇങ്ങനെ, മെറ്റാസൈലം ഇവിടെ, പ്രോട്ടോസൈലം ഇവിടെ, അതിന്റെ തൊട്ട് താഴെ വീണ്ടും ഒരു വാട്ടർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാവിറ്റി. പ്രോട്ടോസൈലം നശിച്ചു പോയിട്ടുള്ള ഒരു വാട്ടർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാവിറ്റി, വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി വിത്തിൻ ദി വാസ്കുലാർ ബണ്ടിൽ. ഇനി അതുമല്ല, ഈ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റിയിട്ട് സ്ക്ലീറൻ കൈമ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ബണ്ടിൽ ഷീത്ത്. ഒരു മറ്റൊടത്ത് ബണ്ടിൽ ക്യാപ്പ് ആണെങ്കിൽ ഇവിടെ ബണ്ടിൽ ഷീത്താണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. എന്താണ് മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത? ഹൈപ്പോഡർമിസ് ഉണ്ടാക്കിയത് സ്ക്ലീറൻ കൈമ. ഗ്രൗണ്ട് ടിഷ്യൂ തിരിച്ചിട്ടില്ല, നോട്ട് ഡിഫറൻഷിയേറ്റഡ്. സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടില്. പെരിഫറലുണ്ട്, സെൻട്രൽ വാസ്കുലാർ ബണ്ടിലുണ്ട്. വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ കൺജോയിന്റ് ആണ്, കൊളാട്രൽ ആണ്, ക്ലോസ്ഡ് ആണ്, വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി പ്രസന്റ് ആണ്. വാസ്കുലാർ ബണ്ടിലിന് ചുറ്റി സ്ക്ലീറൻ കൈമയുടെ ബണ്ടിൽ ഷീത്താണ്. ഫ്ലോയം പാരൻകൈമ മോണോക്കോട്ടിൽ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. കാര്യങ്ങളും അടുത്തിലേക്ക് നമുക്ക് പോകാം. റൂട്ടിലേക്കാണ്. അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ട്. റൂട്ടിനും ഇതേപോലെ നമുക്കൊരു ചിത്രം വേണമെങ്കിൽ വരക്കാം. റൂട്ടിന് നമുക്ക് ഇതേമാതിരി ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് വരക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. റൂട്ടിന്റെ സ്ട്രക്ചർ നമുക്ക് വരക്കാൻ പറ്റും. എങ്ങനെ? നേരത്തെ നമ്മൾ വരച്ചതേപോലെ തന്നെ ഒരു എപ്പിഡെർമിസ്, ഓക്കെ, കോർട്ടെക്സ്, പെരിസൈക്കിൾ ഉണ്ട്. പക്ഷെ പെരിസൈക്കിൾ മറ്റൊടുത്ത് പോലെയല്ല. ഇവിടെ പെരിസൈക്കിള് ഇങ്ങനെയാണ്, ഒരു ലെയേഴ്സുകളായിട്ട്, ഒരു ലെയർ അല്ല, NCERT പറയുന്നത് ഫ്യൂ ലെയേഴ്സ് ആയിട്ട് കിടക്കുന്നു. ഞാൻ ഒരു ഗ്രൗണ്ട് പ്ലാൻ ജസ്റ്റ് വരയ്ക്കണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൈലം ഇവിടെ, ഇത് സൈലം, ഇത് സൈലം, ഇത് സൈലം, ഫ്ലോയം ഇവിടെ ഫ്ലോയം കണ്ട, എവിടെ ഇപ്പൊ കാണിച്ചുതരാം. ഫ്ലോയം ഇവിടെ, ഇവിടെ ഫ്ലോയം, ഇവിടെ ഫ്ലോയം, ഇവിടെ ഫ്ലോയം, ഇവിടെ ഫ്ലോയം. ഇവിടെയുള്ള സെല്ലുകളെ വിളിക്കുന്ന പേര് കൺജക്റ്റീവ് ടിഷ്യൂ എന്നാണ്. ഇവിടെ ഉള്ളതിനൊക്കെ കൺജക്റ്റീവ് ടിഷ്യൂ എന്നാ പറയാം. കൺജക്റ്റീവ് ടിഷ്യൂ.
അപ്പൊ ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത് പിത്ത് അല്ലെ, ഇത് പിത്ത്, ഈ നടുത്തത് പിത്തായിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, ഇവിടെ പെരിസൈക്കിൾ ഉണ്ട്, പിന്നെ സൈലം ഫ്ലോയം സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്, പിത്ത് നടുവിലുള്ളത്. ഓക്കെ, കൺജക്റ്റീവ് ടിഷ്യൂ സൈഡിലുള്ള കാര്യങ്ങൾ. മക്കളെ ഇനി എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ ഇത് പഠിക്കും, ഡൈക്കോട്ട് റൂട്ടിന്റെ അനാട്ടമി എങ്ങനെ പഠിക്കും, അതിനാണ് നമ്മൾ ഇവിടെ ചിത്രം തന്നിട്ടുള്ളത്. അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ട് നോക്കൂ നിങ്ങൾ. ഏറ്റവും പുറമുള്ള ലെയർ എന്താണ്? എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ എന്നാണ് പറയുന്നത്. എപ്പിബ്ലമ, ദിസ് ഈസ് എപ്പിബ്ലമ എന്നാണ് പറയുന്നത്. കാരണം എന്താ? അതിന് ക്യൂട്ടിക്കിൾ ഇല്ല, ക്യൂട്ടിക്കിൾ ഇല്ല. പിന്നെ ഇതിന്റെ മേലെ നിന്ന് പ്രൊട്രൂഡ് ചെയ്തിട്ട് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൂട്ട് ഹെയർസ് ഉണ്ട്. റൂട്ട് ഹെയർസ്, ഇതാ റൂട്ട് ഹെയർസ്. കോർട്ടെക്സ് ആണെങ്കിൽ സെവറൽ ലേയേഴ്സ് ഓഫ് പാരൻകൈമാറ്റിക് സെൽസ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ്, ഇന്റർ സെല്ലുലാർ സ്പേസുകൾ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എൻഡോഡെർമിസ്. കണ്ട, ഇവിടെ എൻഡോഡെർമിസ് ഉണ്ട്, ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പെരിസൈക്കിൾ ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ സൈലം, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സൈലം, ഇത് സൈലം, ഇവിടെ സൈലം, ഇവിടെ സൈലം. ഓക്കെ, ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഫ്ലോയം കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫ്ലോയം, ഫ്ലോയം, ഇവിടെ ഫ്ലോയം, ഇവിടെ ഫ്ലോയം, ഇവിടെ ഫ്ലോയം, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എൻഡോഡെർമിസ്, പെരിസൈക്കിള് ടെക്സ്റ്റ് ബുക്കിൽ അത്ര അതിന്റെ വ്യക്തമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തരത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ, കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത, ആ പിക്ചർ വെച്ചിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നിങ്ങൾ പഠിക്കേണ്ടി വരും, ചിത്രങ്ങളൊക്കെ നോക്കി പോയിക്കോ. അപ്പൊ നോക്കാം, അതിന്റെ ചാൻസ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ലെയറുകൾ എപ്പിഡെർമിസ്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എപ്പിഡെർമിസ്, എപ്പിബ്ലമ, കോർട്ടെക്സ്, കോർട്ടെക്സിന്റെ ഇന്നർ ലെയർ എൻഡോഡെർമിസ്, എൻഡോഡെർമിസ് കഴിഞ്ഞിട്ട് കാണുന്ന ലെയർ പെരിസൈക്കിള്. ഓക്കെ, ഞാൻ കാണിച്ചു പെരിസൈക്കിള്, ഒരു ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് ലെയേഴ്സ് ആണ് പെരിസൈക്കിള്. പിന്നെ സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, റേഡിയൽ അറേഞ്ച്മെന്റ്, നടുവിൽ പിത്തുണ്ട്. ഇവിടെ ശരിക്കും പിത്ത് വളരെ ചെറുതാണ് കേട്ടോ. പിത്ത് ഈസ് വെരി റെഡ്യൂസ്ഡ് എന്നാണ് പറയേണ്ടത്, ഹൈലി റെഡ്യൂസ്ഡ്, ഇൻകോൺസ്പീക്വസ് എന്നുള്ളതാണ് NCERT പറയുന്നത്. ഓക്കെ, ഇനി എനിക്കിതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മുടെ എൻഡോഡെർമൽ സെൽസ്, ഇവിടെ നമ്മുടെ ഇതാ ഇപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ, അതായത് എൻഡോഡെർമിസ് കഴിഞ്ഞിട്ടുള്ള ലെയർ, എൻഡോഡെർമിസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേര് സ്റ്റീലാർ റീജിയൻ എന്നാണ്. സ്റ്റീൽ, ഓൾ ലെയർ ഇന്നർ ടു എൻഡോഡെർമിസ്, അതാണ് സ്റ്റീൽ. അപ്പൊ നോക്ക്, ഇവിടെ ഇത് പെരിസൈക്കിൾ ഒരു ഫ്യൂ ലെയേഴ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോയ ഉണ്ട്, പിന്നെ സൈലം ഉണ്ട്, പ്രോട്ടോസൈലം, മെറ്റാസൈലം ഉണ്ട്, നടുവിൽ പിത്ത് ഉണ്ട്. പിത്ത് വളരെ റെഡ്യൂസ്ഡ് ആണ്, മനസ്സിലായോ? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പെരിസൈക്കിൾ ഉണ്ടല്ലോ, ദിസ് പെരിസൈക്കിൾ, ഈ പെരിസൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എൻഡോഡെർമിസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പെരിസൈക്കിളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. പെരിസൈക്കിളിൽ ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടിലൊക്കെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ അതിന് കാമ്പിയം ഫോം ചെയ്യണം. ഡൈക്കോട്ട് റൂട്ടിൽ കാമ്പിയം ഓൾറെഡി നമ്മൾ കാണുന്നില്ല, ഉണ്ടോ? ഡൈക്കോട്ട് റൂട്ടിൽ നമ്മൾ കാമ്പിയം ഇതിന് മുന്നേ കണ്ടോ? നമ്മൾ സ്റ്റെമ്മിലാണെങ്കിൽ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, പിത്ത്, അങ്ങനെ പറഞ്ഞു. റൂട്ടിലാണെങ്കിലോ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പെരിസൈക്കിൾ, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ എന്താ സംഭവം? ഇതിന്റെ ഇവിടെ കാമ്പിയം, ഡൈക്കോട്ട് റൂട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടോ? ഉണ്ട്, ഡൈക്കോട്ട് റൂട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാമ്പിയം എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് NCERT പറയുന്നത് സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് കാമ്പിയം ഫോം ചെയ്യുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. പെരിസൈക്കിൾ, ഇപ്പൊ ഇത് പ്രോട്ടോസൈലാണെങ്കിൽ പ്രോട്ടോസൈലത്തിന്റെ ഓപ്പോസിറ്റുള്ള പെരിസൈക്കിള് കാമ്പിയായിട്ട് മാറും, പെരിസൈക്കിള് കാമ്പിയായിട്ട് മാറും, മനസ്സിലായോ? പെരിസൈക്കിള് കാമ്പിയായിട്ട് മാറും. ഇതും പെരിസൈക്കിള് കാമ്പിയായിട്ട് മാറും. ഇവിടെ ഇങ്ങനെ പ്രോട്ടോസൈലത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെരിസൈക്കിൾ ഇങ്ങനെ കാമ്പിയായിട്ട് മാറും. പിന്നെ കൺജക്റ്റീവ് ടിഷ്യൂ, ഇതിന്റെ തൊട്ടടുത്തുള്ള കൺജക്റ്റീവ് ടിഷ്യൂ, ഫ്ലോയത്തിന്റെ ഇവിടെ ഉള്ള ഈ കൺജക്റ്റീവ് ടിഷ്യൂ അവിടെ കാമ്പിയം ഫോം ചെയ്യും. ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ കാമ്പിയം ഇങ്ങനെ ഫോം ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കാന്നറിയോ? നേരത്തെ നമ്മൾ സ്റ്റെമ്മിൽ വാസ്കുലർ കാമ്പിയം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നില്ല, റിങ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ. ഇവിടെ കംപ്ലീറ്റ്ലി സെക്കൻഡറി ഒറിജിനാ, മറ്റോടത്ത് അങ്ങനെ അല്ലല്ലോ. സ്റ്റെമ്മിന്റെ കേസിൽ
ഇന്റർ ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഇന്റർ വന്ന് കമ്പൈൻ ചെയ്യുക, അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ മനസ്സിലാവുന്നവർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വരികയാണ് ചെയ്യുക. എന്നിട്ട് ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു വേവി റിങ് ഫോം ചെയ്യുക. കണ്ട, ഇങ്ങനെ ഒരു വേവി റിങ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ. എന്നിട്ട് ആ ക്യാമ്പിയം ആണ് പിന്നീട് ആക്റ്റീവ് ആവുന്നത്. സെക്കൻഡറി ഗ്രോത്തിലേക്ക് സെക്കൻഡറി ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ക്യാമ്പിയം ആയിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻഡോഡർമിസിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോഡർമിസ് ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള ആളുമാണ്. എൻഡോഡർമിസിന്റെ മേലെ ഒരു വാക്സി മെറ്റീരിയൽ ആയിട്ടുള്ള സുബറിൻ പ്രസന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ എൻഡോഡർമിസ് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസുകളാണ്. ഇവിടെ കണ്ട എൻഡോഡർമിസിന്റെ വാളിൽ, ഈ പറഞ്ഞ ടാൻജൻഷ്യൽ വാളിലും റേഡിയൽ വാളിലും ഒരു സ്ട്രിപ്പ് കാണാം. ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സുബറിൻ കൊണ്ട്, വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള വാക്സി മെറ്റീരിയൽ ആണ് സുബറിൻ. അത് പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എനിക്ക് ഡൈക്കോട്ട് റൂട്ടിനെ കുറിച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് പറഞ്ഞു തരാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഫൈനലായിട്ട് ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിബ്ലമ, ക്യൂട്ടിക്കൽ ആബ്സെന്റ് ആണ്, റൂട്ട് ടയർ ഉണ്ട്, യൂണിസെല്ലുലാർ ഗ്രോത്ത് ആണ്, കോർട്ടെക്സ് സെവറൽ ലെയേഴ്സ് ഓഫ് പാരൻകൈം ആണ്, ഇന്നർ മോസ്റ്റ് ലെയർ എൻഡോഡെർമിസ് ആണ്, ബാരൽ ഷേപ്ഡ് ആണ്, കാസ്പേരിയൻ സ്ട്രിപ്പ് പ്രസന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരൻകൈം ആയിട്ടുള്ള പെരിസൈക്കിൾ കാണാം. അതിനുശേഷം നമുക്ക് സൈലം ഫ്ലോയം റേഡിയലി പ്ലേസ്ഡ് ആയിട്ടുള്ളത് കാണാം. 2 മുതൽ 4 വരെ അത് കാണുള്ളൂ. 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആണ്. പിത്ത് എന്ന് പറയുന്നത് വളരെ എന്തേക്കാരം റെഡ്യൂസ്ഡ് ആയിരിക്കും. പിത്ത് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പിത്തായിരിക്കും. അത് മാത്രമല്ല സ്മോൾ ഓർ ഇൻകോൺസ്പിക്യസ് ആണ്. സ്മോൾ ഓർ ഇൻകോൺസ്പിക്യസ് ആയിട്ടുള്ള പിത്തായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ വേറെ ഇപ്പം എന്താ ഇതിൽ പറയാനുള്ളത്? പെരിസൈക്കിളിൽ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലാർ ക്യാമ്പിയം ഒരു മെരിസ്റ്റം ഫോം ചെയ്യുന്നത് കാണിച്ചു തന്നു. അതുപോലെ ലാറ്ററൽ റൂട്ട് ഫോം ചെയ്യാവുന്നതും ഈ പെരിസൈക്കിളിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ലാറ്ററൽ റൂട്ട്, സൈഡിലേക്ക് ലാറ്ററൽ റൂട്ട് ഫോം ചെയ്യുന്നതും പെരിസൈക്കിളിൽ നിന്നാണ്. ഇനി ഈ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ്. മോണോക്കോട്ട് റൂട്ടും ഇതും തമ്മിൽ എന്താ എല്ലാം സെയിം ആണ്. അവിടെ സൈലത്തിന്റെ എമൗണ്ടിൽ 2 to 4 സൈലം ആണെന്നുണ്ടെങ്കിൽ പാച്ചസ് ആണെങ്കിൽ ഇവിടെ മോർ ദാൻ 6 സൈലം. അതുകൊണ്ട് പോളിയാർക്ക് കണ്ടീഷൻ എന്ന് പറയും. ഇവിടെ പിത്ത് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആണ്. എൻസിആർടിയിൽ അത് ചിത്രത്തിൽ നമുക്ക് തോന്നില്ലെങ്കിലും പിത്ത് ഇവിടെ ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആണ്. അത് മാത്രമല്ല ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡറി ഗ്രോത്ത് ആബ്സെന്റ് ആണ്. ഇതാണ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. മക്കളെ, നമ്മൾ ഇനി വരാൻ പോകുന്നത് ഡൈക്കോട്ട് ലീഫിലേക്കാണ്. ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുമ്പോൾ ഡോർസി വെൻട്രൽ ലീഫ് എന്നാണ് പറയാ. അതിനൊരു ഡോർസൽ സൈഡും ഉണ്ട്, ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. മനസ്സിലായോ? അത് മാത്രമല്ല ഈ ഡൈക്കോട്ട് ലീഫിന്റെ അനാട്ടമി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡൈക്കോട്ട് ലീഫിൽ കോമൺ ആയിട്ട് കാണുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെന്ന് അറിയാം. ഏറ്റവും വലിയ വെയിൻസ് മിഡ്രിബ് ആണെന്ന് അറിയാം പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്. ഇവിടെ ഈ പ്രോമിനന്റ് ആയിട്ടുള്ള വെയിൻസ് നമ്മളിപ്പോൾ ഈ പറയുന്ന ലീഫിന്റെ ലാമിന, ദിസ് ഈസ് ലീഫിന്റെ ലാമിനയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു വെർട്ടിക്കൽ സെക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നടുത്ത വെയിൻസ് അവിടെയാണ് മിഡ്രിബ് അല്ലേ. അവിടെ നിങ്ങൾക്കറിയാം വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വെയിൻസ്. സ്വാഭാവികമായിട്ടും വാസ്കുലാർ ബണ്ടിൽ അവിടെയാണ് ഉണ്ടാവുക, സൈലം ഫ്ലോ അവിടെ ഉണ്ടാവുക. നോക്കിട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ സെക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ, ലാമിനയിലൂടെ ഒരു വെർട്ടിക്കൽ സെക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഈ പിക്ചറിൽ തരുന്ന അതേപോലെ ആയിരിക്കും. അപ്പർ സർഫേസ് അഡാക്സിയൽ എപ്പിഡെർമിസ്. ഒരു ഡൈക്കോട്ട് ലീഫിന് എന്തൊക്കെ ഉണ്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും എപ്പിഡെർമിസ് ഉണ്ട്, മീസോഫിൽ സെൽ അതാണ് ഗ്രൗണ്ട് ടിഷ്യൂ, വാസ്കുലാർ സിസ്റ്റം. എന്താ വാസ്കുലാർ സിസ്റ്റം? ഇതാണ് വാസ്കുലാർ സിസ്റ്റം. ഇതാ ഫ്ലോയവും സൈലവും ഉള്ളതാണ് വാസ്കുലാർ സിസ്റ്റം, വാസ്കുലാർ ബണ്ടിൽ. എപ്പിഡെർമിസോ ഇതാ അഡാക്സിൽ എപ്പിഡെർമിസ്, ഇതാ അബാക്സിൽ എപ്പിഡെർമിസ്. ഇതാ ഇവിടെ അടിയിൽ അഡാക്സിലും അബാക്സിൽ എപ്പിഡെർമിസും. ഗ്രൗണ്ട് ടിഷ്യൂവിനെ വിളിക്കുന്ന പേര് മീസോഫിൽ. ഈ വാസ്കുലാർ സിസ്റ്റം അഥവാ വാസ്കുലാർ ബണ്ടിലും ഈ എപ്പിഡെർമിസ് ഒഴിച്ച് കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉള്ള തിൻ വാൾഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസുകളാണ് എന്ത്? ഈ പറയുന്ന മീസോഫിൽ. 2 ടൈപ്പ് മീസോഫിൽ ആണുള്ളത്, പാലിസാഡും സ്പോഞ്ചിയും. കണ്ട, മീസോഫിൽ, പാലിസാഡും സ്പോഞ്ചിയും. നമുക്ക് അതിലേക്കൊക്കെ പിന്നെ വരാം. എപ്പിഡെർമിസിനെ കുറിച്ച് പറയാം. എപ്പിഡെർമിസിനെ കവർ ചെയ്ത് ക്യൂട്ടിക്കിൾ ഉണ്ട്. ലോവർ എപ്പിഡെർമിസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമാറ്റയുടെ എണ്ണം അതായത് അപ്പർ എപ്പിഡെർമിസിൽ അഡാക്സിൽ എപ്പിഡെർമിസിനേക്കാളും കൂടുതൽ താഴെയുള്ള
എപ്പിഡെർമിസിലായിരിക്കും കൂടുതൽ സ്റ്റൊമാറ്റ ഉണ്ടാവുക. അത് വാട്ടറിന്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടി, ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ലൈറ്റ് വന്ന് നേരിട്ട് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, മീസോഫിൽ സെല്ലിലെ പാലിസൈഡ് എന്താ? അത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, കണ്ട പാലിസൈഡ് മീസോഫിൽ. പാലിസൈഡ് മീസോഫിൽ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആണ്, അഡാക്സിയലി പ്ലേസ്ഡ് ആണ്, വെർട്ടിക്കലി അറേഞ്ച്ഡ് ആണ്. കണ്ട, നമ്മളിങ്ങനെ ലാമിൻ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലി അറേഞ്ച്ഡ് ആണ്, പാരലൽ ടു ഈച്ച് അതർ ആണ്. അതിന്റെ തൊട്ട് താഴെ കാണുന്ന റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സ്പോഞ്ചി പാരൻകൈമ അഥവാ സ്പോഞ്ചി മീസോഫിൽ, അതെ, അത് ലൂസ്ലി പാക്ഡ് ആണ്. അവിടെ ഒരുപാട് ന്യൂമറസ് എയർ സ്പേസസുകൾ ഉണ്ട്, അവിടെ എയർ കാവിറ്റികൾ രൂപപ്പെടാറുണ്ട്. അത് അബാക്സിൽ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അത് മാത്രമല്ല, പാലിസാഡിന്റെ തൊട്ട് താഴെയാണ് അത് കാണുന്നത്. ഇനി വാസ്കുലാർ ബണ്ടിലിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഈ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് സൈലം ഫ്ലോയം ഒന്നിച്ചുള്ളതിനെയാണ്. ഇവിടെ സൈലം ഫ്ലോയം ഒന്നിച്ചാണ്, കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ തന്നെയാണ്. ക്ലോസ്ഡ് ആണ് ഇട്ടാ, കാരണം കാമ്പിയോ എവിടെ ഇല്ല, ലീഫിലില്ല. ഈ വാസ്കുലാർ ബണ്ടിലിനെ ചുറ്റി ബണ്ടിൽ ഷീത്ത് സെൽസുകൾ ഉണ്ട്. ഓക്കെ, ബണ്ടിൽ ഷീത്ത് സെല്ല്. ഇനി ഒരു കാര്യം കൂടി പറയാം, വാസ്കുലാർ ബണ്ടിലിന്റെ സൈസ് വെയിൻസിന്റെ തിക്നെസ്സിനനുസരിച്ച് മാറും. ഇത്രയും കാര്യങ്ങളാണ് ഡോർസി വണ്ടർ ലീഫിൽ എനിക്ക് പറയാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഈ കാര്യങ്ങൾ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ അതേ രീതിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, മോണോകോട്ട് ലീഫ്, ഐസോ ബയലാറ്ററൽ ലീഫ്. എന്താണ് ഐസോ ബയലാറ്ററൽ ലീഫ്? ഇതിന്റെ പ്രത്യേകത, ഞാൻ ഡൈക്കോട്ടും മോണോകോട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. കാരണം ഡൈക്കോട്ട് ലീഫിൽ താഴെയാണ് സ്റ്റൊമാറ്റ കൂടുതലെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും സ്റ്റൊമാറ്റ. ഡൈക്കോട്ട് ലീഫിൽ താഴെ സ്റ്റൊമാറ്റ കൂടുതൽ അഡാക്സിലിനേക്കാളും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്റ്റൊമാറ്റ ഓൾമോസ്റ്റ് ഈക്വലി പ്രസന്റ് ആണ് രണ്ട് സർഫേസിലും എന്നുള്ളതാണ് സത്യം. പറഞ്ഞത് മനസ്സിലായോ? മറ്റടുത്ത് മീസോഫിൽ സെൽ എന്ന് പറയുന്നതിനെ പാലിസൈഡ് സ്പോഞ്ചി എന്നാക്കിയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാലോ ഇവരുടെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഇതിപ്പോ ഇവരുടെ അഡാക്സിൽ എപ്പിഡെർമിസ്, ഇത് അഡാക്സിൽ എപ്പിഡെർമൽ സെൽസ് ആണ് ഇത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വാസ്കുലാർ ബണ്ടിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ വാസ്കുലാർ ബണ്ടിൽ, ഇവിടെയും വാസ്കുലാർ ബണ്ടിൽ, വെയിൻസ് വാസ്കുലാർ ബണ്ടിൽസ് പാരലൽ വീനേഷൻ കാണിക്കുന്ന പാരലൽ വെയിൻസുകളുടെ എല്ലാം സൈസ് ഏകദേശം ഒരേപോലെയാണ്, എക്സെപ്റ്റ് ഒരു വെയിൻ, മിഡിൽ ഒരു പ്രോമിനന്റ് വെയിൻ ഒഴികെ, അല്ല, എക്സെപ്റ്റ് മെയിൻ വെയിൻ. ബാക്കിയുള്ളവരുടെ ഒക്കെ വാസ്കുലാർ ബണ്ടിൽസ് ഒരേപോലെ സൈസ് സിമിലർ ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ അഡാക്സിൽ എപ്പിഡെർമിസ് ഉണ്ടല്ലോ, ദിസ് അഡാക്സിൽ എപ്പിഡെർമിസ്, വെയിനിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അഡാക്സിൽ എപ്പിഡെർമിസ് ചിലപ്പോൾ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചറായി മാറും. ലൈക്ക് ദിസ്. ഗ്രാസിന്റെ കേസിൽ അഡാക്സിൽ എപ്പിഡെർമിസ് അലോങ് ദ വെയിൻസ്, കാരണം ഇത് വാസ്കുലാർ ബണ്ടില ഞാനിവിടെ വരച്ചത്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു വാസ്കുലാർ ബണ്ടിൽ, ഞാനിപ്പോ ഇവിടെ വരച്ചത് വാസ്കുലാർ ബണ്ടില, വെയിൻസ് ആണ്. അലോങ് ദി വാസ്കുലാർ, എന്താ പറഞ്ഞത്, അഡാക്സിൽ എപ്പിഡെർമിസ് അലോങ് ദി വെയിൻസ് ഗെറ്റ് മോഡിഫൈ ദംസെൽഫ് ടു ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ്. അതിലേക്ക് എന്തും കയറാം, വെള്ളം കയറി കൂടെ പെട്ടെന്ന്. അത് എംപ്റ്റി ആണ്, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വെള്ളം കയറി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ പേരെന്താണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതിന്റെ പേരാണ് ബുള്ളിഫോം സെൽസ് എന്നാണ് പറയാ. ബുള്ളിഫോം സെൽസിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് വീർക്കും, ടർജിഡ് ആകും, അപ്പൊ ലീഫ് എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ബുള്ളിഫോം സെല്ലിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ, വെള്ളം കയറാതെ ആവുന്ന സന്ദർഭം എപ്പോഴാ, വെള്ളത്തിന്റെ അളവ് കുറവാണ് ചെടിയിലെങ്കിൽ, ഇഫ് വാട്ടർ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറൂല. വെള്ളം കയറിയ ബുള്ളിഫോം സെല്ല് ടർജിഡ് ആവും, അപ്പൊ ലീഫ് എക്സ്പോസ് ചെയ്ത് നിൽക്കും. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ അത് നോർമലായിട്ട് ഫ്ലാക്സിഡ് എന്നാണ് പറയാ. അപ്പോൾ ലീഫ് കേൾ ചെയ്യാൻ തുടങ്ങും. ബുള്ളിഫോം സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ ലീഫ് ഇങ്ങനെ എക്സ്പോസ് ചെയ്യും. ബുള്ളിഫോം സെല്ലിൽ വെള്ളം ഇല്ലെങ്കിൽ അത് നോർമൽ ഷേപ്പിലേക്ക് വന്നു, അപ്പൊ ലീഫ് കേൾ ഇൻവേർഡ്സ്. അപ്പൊ എന്ത് സംഭവിക്കും, ഫർദർ വാട്ടർ ലോസ് ഉണ്ടാവില്ല, കാരണം ലൈറ്റ് വന്ന് തട്ടുന്ന ഏരിയ കുറയ്ക്കും, സർഫേസ് ഏരിയ കുറയ്ക്കും എന്ന് NCERT പറയുന്നുണ്ട്. ബുള്ളിഫോം സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാസസിൽ കാണുന്ന, അല്ലേ? അപ്പൊ കമ്പാരിസൺ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, അതല്ലാത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, പറഞ്ഞുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇവിടെ രണ്ട് സർഫേസിലും സ്റ്റൊമാറ്റോ ഉണ്ട്. മീസോഫിൽ നോട്ട് ഡിഫറൻഷിയേറ്റഡ്, ബുള്ളിഫോം സെൽസ് പ്രസന്റ് ആണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം എന്ന് ഞാൻ പറയുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി ഗ്രോത്ത് അതിലേക്ക് പോകണം. സെക്കൻഡറി ഗ്രോത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ പഠിക്കണം, നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം നമ്മളുടെ ബലം എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സിന് ഈ ഡിലീറ്റ് എന്നുള്ള ടോപ്പിക് അത് +1 +2 ചോദിക്കണ ചോദ്യം അത് ഏതാ ഡിലീറ്റ് എന്നുള്ളത്. നമ്മളങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, അത് നോക്കണം. ഓക്കെ മകളെ, സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗർത്ത് ഇൻക്രീസ് ചെയ്യുക, വണ്ണം വെക്കുക, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുക. അതിന് കാരണം ലാറ്ററൽ മെരിസ്റ്റ് ആണെന്ന് നേരത്തെ നിങ്ങൾക്കറിയാം. ഇന്റർഫെസിക്കുലാർ, ഇൻട്രാഫെസിക്കുലാർ, കോർക്ക് കാമ്പിയം, ഇത് നേരത്തെ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഞാൻ ഈ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ ഉൾഭാഗത്ത് ഡൈക്കോട്ട് സ്റ്റെമിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞാൽ എൻഡോഡെർമിസ് കഴിഞ്ഞ റീജിയൻ, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട് അല്ലെ? എൻഡോഡെർമിസ് കഴിഞ്ഞിട്ടുള്ള റീജിയൻസിനെ നമ്മൾ സ്റ്റീലാർ എന്നാണ് പറയാം. അതിനുശേഷം കോർട്ടിക്കൽ റീജിയൻസ്, കോർട്ടെക്സിൽ ഗ്രോത്ത് ഉണ്ട്. രണ്ട് രീതിയിലാണ്. അപ്പൊ അത് സ്റ്റീലാറും എക്സ്ട്രാ സ്റ്റീലാറും. അങ്ങനെ അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മ് വണ്ണം വെക്കുന്നത്. സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് അതിൽ ആദ്യം സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് പറയണം. സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് നോക്കാം, വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കൂ, ഇത് എപ്പിഡെർമിസ്, ഇത് എപ്പിഡെർമിസ്, ഇത് കോർട്ടെക്സ്, ഇത് വാസ്കുലാർ ബണ്ടിൽ. കണ്ട, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോകും, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം, കണ്ട, ഇത് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മെഡുലറി റേസ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മെഡുലറി റേസ് പിത്ത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോണത് ഇത്രേ ഉള്ളൂ. എന്ത് സംഭവിക്കാൻ പോണത്? ഇവിടെ മെഡുലറി റേസുകൾ ഡിവിഷൻ കപ്പാസിറ്റി റിട്ടൈൻ ചെയ്യും. മെഡുലറി റേസ് ബിക്കം മെരിസ്റ്റമാറ്റിക്, അവര് മെരിസ്റ്റമായി മാറും. ഈ ഇൻട്രാഫെസിക്കുലാറിന്റെ തൊട്ടടുത്ത് അവർ ഇന്റർഫെസിക്കുലാർ കാമ്പിയമായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടാമത് ഡെവലപ്പ് ചെയ്യുന്ന കാമ്പിയമാണ് ഇന്റർഫെസിക്കുലാർ. അത് ഇൻട്രാഫെസിക്കുലാറുമായിട്ട് ഇനി ജോയിൻ ചെയ്യട്ടെ, നടക്കട്ടെ. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയമായിട്ട് ജോയിൻ ചെയ്യട്ടെ. അങ്ങനെ ഇവർ കാമ്പിയം റിംഗ് ആയി മാറും. ഒരു കംപ്ലീറ്റ് കാമ്പിയൽ റിംഗ് ആവും. നേരത്തെ പാച്ച് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി? കംപ്ലീറ്റ് കാമ്പിയൽ റിംഗ് ആയി മാറി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, കാമ്പിയൽ റിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പിന്നെ സംഭവിക്കുന്നത് ഒന്നുമല്ല, പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഇവർക്ക് ഈ കാമ്പിയത്തിന്റെ അടിയിലേക്ക് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കണ്ട, സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് സെക്കൻഡറി സൈലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കണ്ട, ഈ വാസ്കുലാർ കാമ്പിയം സെക്കൻഡറി സൈലം ഉള്ളിലേക്ക് രണ്ടാമത് സൈലം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയാം. സെക്കൻഡറി സൈലം നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പുറത്തേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും എന്നറിയാം? പുറത്തേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവര് ഈ പറയുന്ന സെക്കൻഡറി ഫ്ലോയമായിരിക്കും. എന്തായിരിക്കും? സെക്കൻഡറി ഫ്ലോയം. അപ്പൊ നടുവിൽ വാസ്കുലാർ കാമ്പിയം ഉണ്ടായതിനു ശേഷം എന്ത് സംഭവിക്കും? ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം, പുറത്തേക്ക് എന്ത്? സെക്കൻഡറി ഫ്ലോയം. ഒരു കുത്തിവരട്ട ഫീലിംഗ് ആണ്. ചോപ്പ് കാമ്പിയാണ്, അതിന്റെ അടിയിൽ വരച്ചത് സെക്കൻഡറി സൈലാണ്, വരച്ചത് സെക്കൻഡറി ഫ്ലോയാണ്. ഇവിടെ ഉള്ളിലേക്കുള്ള ആക്ടിവിറ്റി കൂടുതലായിരിക്കും. കാമ്പിയത്തിന്റെ ഉള്ളിലേക്കുള്ള ആക്ടിവിറ്റി കൂടുതൽ. അപ്പൊ കൂടുതൽ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി ഫ്ലോയത്തിനേക്കാളും കൂടുതൽ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ പ്രൈമറി സൈലത്തിന് എന്ത് സംഭവിക്കുന്ന അറിയോ? ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറി സൈലം അത് നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. ഈ പ്രൈമറി സൈലം പുഷ് ചെയ്ത് സെൻട്രലിലേക്ക് ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. ലെസ് ഇൻടാക്ട് NCERT ടേമാണ്. അവരവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പൊ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പ്രൈമറി സൈലം. ഓക്കെ, പുഷ് ചെയ്തിട്ട് പ്രൈമറി സൈലം പുഷ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവും. ആ സെക്കൻഡറി സൈലം പുഷ് ചെയ്ത് പ്രൈമറി സൈലം സെൻട്രലിൽ ഇങ്ങനെ നിൽക്കും. ഇനി വേറെ രസം കേൾക്കണം നിങ്ങൾക്ക്. ഒരു രസങ്ങളോട് രസം തന്നെയായിരിക്കും. നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് വില്ലിങ് ആണെങ്കിൽ എളുപ്പമാണ്. ഈ കാമ്പിയത്തിന്റെ ഇവിടുന്ന് സെക്കൻഡറി സൈലത്തിലൂടെയും, കാണുന്നുണ്ടോന്ന് അറിയില്ല, സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും ഇങ്ങനെ ഒരു റേ പാസ് ചെയ്യും. അവരെ സെക്കൻഡറി മെഡുലറി റേസ് എന്നാ പറയാം. ഇങ്ങനെ റേ ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. സെക്കൻഡറി മെഡുലറി റേസ് സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും, സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും,
സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും. സംഭവത്തിലുള്ള വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. കംപ്ലീറ്റ് വാസ്കുലാർ കാമ്പിയം റിംഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യും. പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യും. പ്രൈമറി സൈലം അവിടെ ലെസ് ഇൻടാക്റ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ട പ്രൈമറി സൈലം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്യാമ്പിയത്തിൽ നിന്ന് പാരൻകൈമ സെല്ല്, ഒരു നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ സെല്ല് സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും പാസ് ചെയ്യുന്നു. ഇതാണ് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് അടിച്ചിട്ട് വീഡിയോസ് ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു, ക്ഷമയുണ്ടെങ്കിൽ. ഇനി സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് കഴിഞ്ഞ് ഇനി നല്ലൊരു ചിത്രം കാണിച്ചു തരാം. ഇനി പിന്നെ ഈ കൊളാക്കിയ ചിത്രം വേണ്ട, നല്ലൊരു ചിത്രത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇനി വലിയ പ്രശ്നമില്ല. പ്രൈമറി ഫ്ലോയം, പ്രൈമറി സൈലം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു? അവിടെ ഇന്റർഫെസിക്കുലാറും ഇൻട്രാഫെസിക്കുലാറും വാസ്കുലാർ കാമ്പിയം ഫോം ചെയ്തു. മനസ്സിലായ? എന്നിട്ട് എന്ത്? അവിടെ പ്രൈമറി സൈലം, അവിടെ പ്രൈമറി ഫ്ലോ ഉണ്ടായിരുന്നു. ഇനി വാസ്കുലാർ കാമ്പിയം എന്ത് ചെയ്തു? ഈ വാസ്കുലാർ കാമ്പിയം കണ്ട ഇവിടെ ഈ പറയുന്ന മഞ്ഞ കളർ സെക്കൻഡറി സൈലം, ഈ പച്ച സെക്കൻഡറി ഫ്ലോയം. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ പ്രൈമറി സൈലം പുഷ് ചെയ്ത് സെൻട്രലിലേക്ക് എത്തി. കണ്ട പ്രൈമറി സൈലം സെൻട്രലിലേക്ക് എത്തി, കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തുട്ടാ. ഓക്കെ, ഇവിടേക്ക് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്ത് ഈ സെക്കൻഡറി ഫ്ലോയം ഗ്രാജുവലി പിന്നെയും ഇങ്ങനെ ക്രഷ് ആവാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ സെക്കൻഡറി സൈലത്തിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്. സെക്കൻഡറി സൈലം ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ഉണ്ടാവും ഉള്ളിലേക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, പിന്നെ സെക്കൻഡറി മെഡുലർ റേസ് ഇതിൽ കാണിച്ചിട്ടില്ല, അത് എൻ്റെ ചിത്രത്തിൽ തന്നെ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇത് ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പൊ അത് എൻ്റെ ചിത്രത്തിൽ തന്നെ കിട്ടുള്ളൂ. സെക്കൻഡറി മെഡുലർ റേസ് ഇങ്ങനെ പാസ് ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ ഈ ചിത്രത്തിൽ ഞാൻ വേണമെങ്കിൽ വരച്ചു തരാം. സെക്കൻഡറി മെഡുലർ റേസ് എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അത് എങ്ങനെ പാസ് ചെയ്യും? മൊത്തത്തിലൊരു കളറാണ്, ഇനി ഏത് കളർ എടുക്കും എന്നുള്ളതാണ് കൺഫ്യൂഷനാണ്. ഓക്കെ, ഈ ക്യാമ്പിയത്തിന്റെ ഇവിടുന്ന് സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും സെക്കൻഡറി മെഡുലർ റേസ്, സെക്കൻഡറി സൈലത്തിലൂടെയും സെക്കൻഡറി ഫ്ലോയത്തിലൂടെയും ഇങ്ങനെ മെഡുലർ റേസ്. ഇപ്പൊ സെറ്റായി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ആണ്. മക്കളെ, വാട്ട് ഈസ് സെക്കൻഡറി ഗ്രോത്ത് എന്നുള്ളതിന്റെ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് നേരത്തെ പറഞ്ഞു. ഇപ്പൊ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് പറയാൻ പോകുന്നു. വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഉള്ളിലേക്കാണ് കൂടുതൽ എന്നറിയാം. അതുകൊണ്ട് ഉള്ളിൽ ഒരുപാട് കോമ്പാക്റ്റ് ആയിട്ടുള്ള മാസ് ഓഫ് സെൽസുകൾ ഫോം ചെയ്തിട്ടുണ്ട് എന്നറിയാം. സെക്കൻഡറി സൈലമാണ് കൂടുതൽ ഉണ്ടായത് സെക്കൻഡറി ഫ്ലോയത്തിനേക്കാളും. ഉള്ളിലുള്ള ഈ ആക്ടിവിറ്റി കാരണം പുറത്തേക്ക് അത് അലയടിക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാരണം കൊണ്ട് ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുകയും ഔട്ടർ കോർട്ടിക്കൽ സെൽസും ചില എപ്പിഡെർമൽ സെൽസും ബ്രേക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്റ്റീവ് ലെയറുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായി. കാരണം എന്താ ഞാൻ ഉദ്ദേശിച്ചത്, ഈ പറയുന്ന സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് കാരണം പുറമേക്കുള്ള ആ ഒരു പ്രഷർ കാരണം അവിടെയുള്ള എപ്പിഡെർമൽ സെൽസും അതുപോലെ കോർട്ടിക്കൽ സെൽസും ഗ്രാജുവലി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചിത്രത്തിൽ വേണമെങ്കിൽ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നേരത്തെ ചിത്രത്തിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഈ പറയുന്ന ഞാൻ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ആണ് പറയുന്നത്. ഇവിടെ ഒരു പുതിയ മെരിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യം വന്നു. പുതിയൊരു മെരിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പുതിയൊരു മെരിസ്റ്റം ഇവിടെ ഒരു കപ്പിൾ ഓഫ് ലെയേഴ്സ് തിക്ക് എന്ന് പറഞ്ഞിട്ട് നിയർലി റെക്ടാങ്കുലാർ സെൽസ് ആണ്. അങ്ങനെ തിൻ വാൾഡ് ആയിട്ടുള്ള സെല്ലാണ്. കപ്പിൾ ഓഫ് ലെയർ തിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലെയേഴ്സ് ആയിട്ട് ഒരു ലെയർ, കപ്പിൾ ഓഫ് ലെയർ തിക്ക് സെല്ല് എന്നല്ല, NCERT നോക്കുകയാണെങ്കിൽ തിൻ സെല്ലായിട്ട് തന്നെയാണ് അവർ പറയുക. ഇവരെ വിളിക്കുന്ന പേര് ഫെല്ലോജൻ. അങ്ങനെ മൊത്തം കോർട്ടെക്സിൽ പുതിയൊരു മെരിസ്റ്റം ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഫെല്ലോജൻ, അഥവാ വേറെ പേര് കോർക്ക് കാമ്പിയം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഉള്ളിലേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇത് ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? സെക്കൻഡറി കോർട്ടെക്സ് അഥവാ ഫെല്ലോഡേം. കേട്ടിട്ടുണ്ടാവും ഫെല്ലോഡേം. പാരൻകൈമ സെൽസ് ആണത്. ഇത് പുറമേക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പുറമേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർക്ക് സെല്ല്. അത് ഡെഡ് സെല്ലാണ്. സുബറിനൊക്കെ ഉള്ള കോർക്ക്, ഗ്യാസ് ഇംപെർവിയസ് ആയിട്ടുള്ള മീൻസ് എന്താണ് പറയാ, വാട്ടറിനൊന്നും കടത്തിവിടാത്ത കോർക്ക് സെല്ല് എന്ന് പറയും. അവിടെ കോർക്ക് സെല്ല, സുബറിൻ വാക്സി മെറ്റീരിയൽസ് പ്രസന്റ് ആയിരിക്കും.
ഓക്കെ, വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള സുബറി നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനും പ്രസന്റ് ആയിരിക്കും. കോർക്ക് സെൽ, കോർക്ക് സെല്ലിന്റെ വേറെ പേരാണ് ഫെല്ലം. ഫെല്ലം എന്ന് പറയും. നോക്ക് നിങ്ങൾ, അപ്പൊ ഈ ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം, ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം ടുഗദർ കോൾഡ് പെരിഡേം. ഇത് ഫെല്ലം, കോർക്ക്, കോർക്ക്, ഫെല്ലം വേറെ പേര്. നടുത്തത് ഫെല്ലോജൻ, ഈ നീല ഫെല്ലോജൻ. ഓക്കെ, കോർക്ക് കാമ്പിയം. ഈ റോസ് കളറുള്ളത് എന്താണ്? ഫെല്ലോഡേം. അപ്പൊ ഫെല്ലം കോർക്ക്, അല്ലെങ്കിൽ ഫെല്ലോജൻ നടുത്തത്, അല്ലെങ്കിൽ വേറെ പേര് കോർക്ക് കാമ്പിയം. ഉള്ളുത്തത് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോട്ട്. ഈ 3 ലെയറിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പെരിഡേം. ഈ 3 ലെയറിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പെരിഡേം. ദിസ് ഇസ് പെരിഡേം. പറയൂ, ഓക്കെ, പെരിഡേം. അപ്പുറത്ത് കൊക്കണ്ടിട്ടാ, പെരിഡേം. ഇനി രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെല്ലോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫെല്ലോജൻ പുറത്തേക്ക് കോർക്ക് സെല്ലാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ചില പാരൻകൈമ സെല്ലുകളും ചില സ്ഥലങ്ങളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കോർക്ക് ഉണ്ടാക്കേണ്ട ആളാണ് ആര്? ഫെല്ലോജൻ. ഫെല്ലോജൻ പുറത്തേക്ക് എന്താ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോർക്ക്. അപ്പൊ കോർക്കിന് പകരം ചില പാരൻകൈമ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പോയിട്ട് എപ്പിഡെർമൽ സെൽസിനെ പോയിട്ട് ക്രഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഫോം ചെയ്യും. ലെൻഡിസെൽ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ലെൻഡിസെൽ, പറഞ്ഞത് മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് ലെൻഡിസെൽ. ആ പാരൻകൈമ സെൽസുകൾ പോയിട്ട് അവിടെ റപ്ചർ ചെയ്യും. അപ്പൊ അവിടെ ഒരു ലെൻസ് ഷേപ്പ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ലെൻഡിസെൽ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? ഇവിടുന്ന് മുതൽ അങ്ങോട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? ഇവിടുന്ന് ഈ വാസ്കുലർ, ഈ ചോപ്പ് വാസ്കുലർ കാമ്പിയാണ്. ഇത് വാസ്കുലർ കാമ്പിയാണല്ലോ, ചോപ്പ് വാസ്കുലർ കാമ്പിയം. ഈ വാസ്കുലർ കാമ്പിയത്തിന്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ വിളിക്കുന്ന പേര് ബാർക്ക് എന്നാണ്. എന്താ വിളിക്കുക? ബാർക്ക്. അതിൽ പെരിഡേമും പെടും, സെക്കൻഡറി ഫ്ലോയം എല്ലാം പെടും. ബാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നോൺ ടെക്നിക്കൽ ടേം. ബാർക്ക്, തൊലി എന്നൊക്കെ പറയില്ല നമ്മൾ, ബാർക്ക് അല്ലെ, ബാർക്ക് എന്നാണ് പറയാം. അപ്പൊ വാസ്കുലർ കാമ്പിയത്തിന്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ ബാർക്ക് എന്ന് പറയാം. ഒരു പ്ലാന്റിന്റെ സീസണിൽ ആദ്യം ഉണ്ടാവുന്ന ബാർക്കിനെ ഏർലി ബാർക്കും, പിന്നെ പ്ലാന്റ് വളരുമ്പോൾ അടുത്ത സീസൺ, അതിന്റെ ആ ഒരു സീസണിന്റെ എൻഡിൽ ഉണ്ടാവുന്നത് ലേറ്റ് ബാർക്കും എന്നൊക്കെ പറയാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ബാർക്ക് നോൺ ടെക്നിക്കൽ ടേംസ് എന്നാണ് പറയുക. നോൺ ടെക്നിക്കൽ ടേംസ്. നിങ്ങൾ ഒരു കാര്യം അറിയോ? ഇത് ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ചിത്രം വരച്ചത്. ഇത് കണ്ട, ഈ സാധനമാണ് ലെൻഡിസെൽ എന്ന് പറയുന്നത്. കണ്ട, ബാർക്കിന്റെ മേലെ കാണുന്നതാണ് ലെൻഡിസെൽ. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിലുണ്ട് ലെൻഡിസെൽ. ഇവിടെ ഇങ്ങനെ കണ്ട, ഈ ഒരു ഷേപ്പ് ലെൻഡിസെൽ. ഇത് കോർക്ക്, ഇത് ഡെഡ് ആയിട്ടുള്ള മീൻസ് കോർക്ക് ക്യാമ്പ് ഇവിടെ ഫെല്ലോജൻ പ്രൊഡ്യൂസ് ചെയ്താണ്. ഇതാണ് ഫെല്ലോജൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള സെല്ലുകളൊന്ന് ടെക്സ്റ്റ് ബുക്കുള്ളത് നോക്കുക. ഇത് പാരൻകൈമ സെല്ല്, ഫെല്ലോജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയാ, കോർക്ക് എന്താണ് പാരൻകൈമ സെൽസുകൾ. അതാണ് ഈ പറയുന്ന എപ്പിഡെർമിസിനെ റപ്ചർ ചെയ്യിപ്പിച്ചത്. ഞാൻ വരച്ച ചിത്രം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ ബാർക്കിന്റെ ഉള്ളിൽ കൂടെ, ബാർക്ക് കഴിഞ്ഞിട്ടും ഈ ബാർക്ക് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എയർ എത്തണ്ടേ? അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ലെൻഡിസൽ വഴിയാണ് എയർ എത്തുക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ച് ഫെല്ലോജൻ, കോർക്ക് കാമ്പി എന്നുള്ളൊരു ഹെഡിങ് കാണാം ടെക്സ്റ്റ് ബുക്കിന്റെ. സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡും കഴിഞ്ഞ് ഹാർഡ് വുഡും സാപ്പ് വുഡും കഴിഞ്ഞതിന് ശേഷം ഒരു ഫെല്ലോജൻ. ആ ഹെഡിങ്ങിന്റെ താഴെയാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അവിടെ സെക്കൻഡറി ഗ്രോത്ത് ഓഫ് ഡൈക്കോട്ട് റൂട്ടും ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെ നടക്കുക എന്നുള്ളത്. സെക്കൻഡറി ഗ്രോത്ത് ഓഫ് ഡൈക്കോട്ട് റൂട്ട് എങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്. ഡൈക്കോട്ട് റൂട്ടിൻ്റെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിരുന്ന ഓർമ്മ ഉണ്ടോ? ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ എങ്ങനെയാണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെത് ഓർമ്മ ഉണ്ടോ? ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ ഇവിടെ ഈ പ്രോട്ടോസൈലത്തിന്റെ മേലെയുള്ള പെരിസൈക്കിളും കൺജക്റ്റീവ് ടിഷ്യൂ മെരിസ്റ്റായി അത് വേവി റിങ് ഫോം ചെയ്യും. പിന്നെ ഉള്ളിലേക്ക് സെക്കൻഡറി സൈലും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വെടി നടക്കും. നമ്മൾ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതായത് പെരിസൈക്കിളിന്റെ, അതായത് പ്രോട്ടോസൈലത്തിന്റെ ഓപ്പോസിറ്റിലെ പെരിസൈക്കിൾ മെരിസ്റ്റോം, പിന്നെ കൺജക്റ്റീവ് ടിഷ്യൂന്റെ മെരിസ്റ്റോം, അത് രണ്ടും കൂടി ഫോം ചെയ്ത് വേവി റിംഗ് ആവും. ഈ വാസ്കുലർ കാമ്പിയം കംപ്ലീറ്റ്ലി സെക്കൻഡറി ഒറിജിൻ ആണ്. ഇതിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് സെക്കൻഡറി സൈലം, പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയം. കുറെ കഴിയുമ്പോൾ ഈ വേവി റിംഗ് സർക്കുലർ ആയി മാറും. ഇനി നമുക്ക് ആകെ പഠിപ്പിക്കാനുള്ളത് ആ ഒരു സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ് ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കാനുള്ളത്. ഒന്ന് നോക്കണം നമുക്ക് എന്താ സംഭവം എന്നുള്ളത് നോക്കാം.
മക്കളെ, സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും നമ്മൾ പറയുന്നതിനെക്കാട്ടി മുന്നേ എനിക്ക് ചെറിയ കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാനുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വുഡ് കാണാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോ ലെയർ, ഇപ്പൊ ഞാൻ പറയാം, ഒരു ലൈറ്റ് കളർ, ഒരു ഡാർക്ക് കളർ, ലൈറ്റ് കളർ, ഡാർക്ക് കളർ, ലൈറ്റ് കളർ, ഡാർക്ക് കളർ, അങ്ങനെയാണല്ലോ ഈ വരുന്നത്. അങ്ങനെ കോൺസെൻട്രിക് ആയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെ ഈ ഈ ലൈറ്റ് കളർ ഉള്ളതാണ് ഏത്? സ്പ്രിംഗ് വുഡും. ഡാർക്ക് നാരോ സർക്കിൾ ആണ് ഏത്? ഓട്ടം വുഡും എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പ്രിംഗ് വുഡാണ് കുറച്ചും കൂടിയും കൂടുതലുള്ളത്, വൈഡർ ആയിട്ടുള്ള സർക്കിള്. മറ്റത് സ്പ്രിംഗ് വുഡ് കുറച്ചുള്ളൂ, നാരോ ആണ്. മനസ്സിലായോ? സ്പ്രിംഗ് ഓട്ടം, സ്പ്രിംഗ് ഓട്ടം, അതായത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാട്ട് മുന്നേ ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്. നമ്മുടെ വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറെ ഫിസിയോളജിക്കലും എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ക്ലൈമാറ്റ് യൂണിഫോം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടം സീസൺ, പിന്നെ ഒരു സ്പ്രിംഗ് സീസൺ, സമ്മർ, പിന്നെ ഓട്ടം, വിന്റർ, അങ്ങനെ മാറി മാറി വരുന്ന സ്ഥലങ്ങളുള്ള, അങ്ങനെ ക്ലൈമാറ്റ് യൂണിഫോം അല്ലാത്ത, നോൺ യൂണിഫോം ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള സ്ഥലത്ത് വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റിയിലും ചേഞ്ചസ് ഉണ്ട്. അങ്ങനെ വരുന്നത് എവിടെയായിരിക്കും? ടെമ്പറേറ്റ് കൺട്രീസിലായിരിക്കും സീസൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. ഇപ്പൊ സ്പ്രിംഗ് സീസണിൽ വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ സൈലം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴുള്ള വെസൽസിന്റെ ഒക്കെ കാവിറ്റി വൈഡർ ആയിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. ആ സമയത്ത് കൂടുതൽ സൈലം ഉണ്ടാവും. അപ്പോൾ ആ സമയത്തുള്ള സൈലത്തിന്റെ ഒക്കെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് കളർ ആയിരിക്കും. ആ സമയത്തുള്ള വുഡിനെയാണ് നമ്മൾ സ്പ്രിംഗ് വുഡ് എന്ന് പറയുക. സ്പ്രിംഗ് സീസണിൽ, ഒരു വർഷത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഏർലി സീസണിൽ ഏർലി വുഡ് എന്ന് പറയും, സ്പ്രിംഗ് വുഡ് ഓർ ഏർലി വുഡ്. വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൂടുതൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഏത്? എനിക്കിപ്പോ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇത് സ്പ്രിംഗ് വുഡ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, സ്പ്രിംഗ് സീസണിൽ ഉണ്ടായതാണ്. സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് ഒരു സമ്മർ സീസൺ കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടം സീസൺ കഴിഞ്ഞ്, ഓട്ടം സീസണിന്റെ അല്ലെങ്കിൽ വിന്ററിന്റെ ഒക്കെ ആ ഒരു സമയത്ത്, ഓട്ടം സീസൺ കഴിഞ്ഞിട്ട് വിന്റർ സീസൺ അല്ലേ, അങ്ങനെയാണല്ലോ അല്ലെ, മാറി വരുമ്പോൾ, സീസൺ മാറി വരുമ്പോൾ അല്ലെ. അപ്പോൾ ഓട്ടം സീസൺ അവിടെ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വിന്റർ സീസൺ അങ്ങനെയും പറയാം, ആ സമയത്ത് വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കുറവേക്കാരം. അപ്പൊ എന്താ സംഭവിക്കാം? വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കുറവാകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് അവിടെ കുറച്ച് സൈലം എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അവരുടെയൊക്കെ കാവിറ്റി, വെസലിന്റെ കാവിറ്റി ഒക്കെ നാരോ ആയിരിക്കും, ലൈറ്റ് കളർ, ഡാർക്ക് കളർ ആയിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ഓട്ടം വുഡ് എന്ന് പറയുന്നത്. വിന്റർ സീസണിൽ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത സീസൺ തുടങ്ങി, സ്പ്രിംഗ് സീസണായി. അപ്പൊ കൂടുതൽ വീണ്ടും സൈലം, വാസ്കുലാർ കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൂടുതലായി. ഓക്കെ, അടുത്ത വർഷം സ്റ്റാർട്ടായി. ഓക്കെ, ഇനി അടുത്ത വർഷത്തിന്റെ എൻഡായി, വിന്റർ സീസൺ. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും അവിടെ സ്പ്രിംഗ് വുഡ്, വിന്റർ വുഡ്, അല്ലെങ്കിൽ എന്താ പറയാ, ഓട്ടം വുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കണ്ട? അപ്പൊ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്നത് സ്പ്രിംഗ് വുഡും അതിന്റെ എൻഡിൽ ഉണ്ടാവുന്നത് ഓട്ടം വുഡും ആയിരിക്കും അല്ലേ? അപ്പോൾ ലൈറ്റ് കളർ ഉള്ളത് സ്പ്രിംഗ് വുഡ്, പിന്നെ ഡാർക്ക് കളർ ഉള്ളത് ഓട്ടം വുഡ്. ഇതിന് രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഇതിന് രണ്ടിനും നമ്മൾ ഒരുമിച്ച്, ഒരു സ്പ്രിംഗ് വുഡ്, ഒരു ഓട്ടം വുഡ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേര് എന്തായിരിക്കും എന്നറിയോ? നമ്മൾ ആനുവൽ റിംഗ് എന്നാണ് പറയുക. ഇതിനെയാണ് ഒറ്റൊരു ആനുവൽ റിംഗ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ലെയർ ഉണ്ട്? ഒരു വർഷത്തിൽ 2 ലെയർ ഉണ്ട് മക്കളെ. ഒരു വർഷത്തിൽ 2 ലെയർ ഉണ്ട്, ഒരു സ്പ്രിംഗ് വുഡും ഒരു ഓട്ടം വുഡും. അങ്ങനെയാണ് അതിനെ ഒരു ആനുവൽ റിംഗ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഒരു ആനുവൽ റിംഗിൽ എത്ര ലെയറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലെയർ, ഒരു സ്പ്രിംഗ് വുഡ്, ഒരു ഓട്ടം വുഡ്. ഒരു വർഷം, അപ്പൊ 2 വർഷത്തിൽ 2 ആനുവൽ റിംഗ്, അപ്പൊ 4 ലെയറായി. അങ്ങനെ ആനുവൽ റിംഗ് കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് ഒരു വർഷം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഏജ് ഡിറ്റർമിൻ ചെയ്യാം. 4 ആനുവൽ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം എന്നാണ് അതിന്റെ അർത്ഥം. 4 ആനുവൽ റിംഗ് എന്ന് പറഞ്ഞാൽ 8 ലെയർ ഉണ്ടായിരിക്കും അല്ലേ? സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, അങ്ങനെ 8 ലെയർ ഉണ്ടായിരിക്കും. അപ്പോൾ ആനുവൽ റിംഗ് കൗണ്ട് ചെയ്തിട്ട് ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയും. ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡെൻഡ്രോക്രോണോളജി. ഓക്കെ, ഇത് നമ്മൾ ആനുവൽ റിംഗ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ടെമ്പറേറ്റ് കൺട്രീസിലാണ്. ആനുവൽ റിംഗ് ഇങ്ങനെ കാണുന്നത്, പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് എവിടെ ഉണ്ടാവുക? ടെമ്പറേറ്റ് കൺട്രീസിലായിരിക്കും. മറ്റൊടത്തും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല, ടെമ്പറേറ്റ് കൺട്രീസിലായിരിക്കും. ട്രോപ്പിക്കൽ റീജിയൻസിലൊന്നും അങ്ങനെ കാണൂല. നീറ്റിന് ചോദിച്ച ചോദ്യമായിരുന്നു. മക്കളെ, ഞാൻ ഇനി പറയാൻ പോണത്
ഹാർഡ് വുഡും സാപ്പ് വുഡും എന്താന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന വുഡ് തന്നെയാണ്. ഇപ്പൊ തേക്കൊക്കെ നമ്മൾ പോയിട്ട് ഫർണിച്ചർ മേടിക്കുന്ന സമയത്ത് കാതൽ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. കാതൽ എന്ന് പറയുന്നതാണ് ശരിക്കും ഏത് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. കാതൽ കാതൽ ഹാർഡ് വുഡ്. ആലോചിച്ചോളൂ, മരത്തിന്റെ കാതൽ അതാണ് ഹാർഡ് വുഡ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കാതൽ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് അതങ്ങനെയാണ് മിക്കവാറും. ഞാനിവിടെ പറയാൻ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഹാർഡ് വുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാതൽ, ഇതെന്താ സംഭവം? ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ പോർഷൻസ് എന്തേക്കാരം നിങ്ങൾക്ക് കാണുന്നത്? സെൻട്രൽ പോർഷൻസ് നിങ്ങൾക്ക് കാണുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഈ സെൻട്രൽ പോർഷൻസിൽ എന്തായിരിക്കും? വാസ്കുലർ കാമ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി സൈലല്ലേ ഉള്ളിലേക്ക്. അപ്പൊ കൂടുതൽ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളർ ആയിരിക്കും. കാരണം എന്താ? അതിൽ കുറേ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളും അതുപോലെ തന്നെ റെസിൻസ്, ഓയിൽസ്, ഗംസ്, ആരോമാറ്റിക് സബ്സ്റ്റൻസ്, എസെൻഷ്യൽ ഓയിൽസ്, അതുപോലെ തന്നെ ഒരുപാട് ഡെഡ് ആയിട്ടുള്ള എലമെന്റ്സുകൾ എല്ലാം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ അപ്പോൾ ഈ പറയുന്ന ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്ന സാധനത്തിൽ അവിടുത്തെ സൈലൊക്കെ ബ്ലോക്കാ, അതിലൂടെ വാട്ടർ ഒന്നും കണ്ടക്ട് ചെയ്യൂല. അതിൽ കൂടെ അത് ഹൈലി റെസിസ്റ്റന്റ് ആണ്, ഡ്യൂറബിൾ ആണ്. മൈക്രോബ്സിനൊന്നും ഇൻഫെക്ട് ചെയ്യാൻ കഴിയില്ല. വാട്ടർ ഒന്നും കണ്ടക്ട് ചെയ്യാത്ത ഒരാളാണ്. ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഈ ഹാർഡ് വുഡിന്റെ ഫംഗ്ഷൻ. ഇതിൽ കൂടെ വാട്ടർ ഒന്നും കണ്ടക്ട് ചെയ്യൂല. എന്നാൽ അതിന് ചുറ്റുമുള്ള വുഡോ, സാപ്പ് വുഡ്, അത് കുഴപ്പമില്ല, അതിൽ കൂടെ കാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? വാട്ടറും മിനറൽസും ഒക്കെ അത് അബ്സോർബ് ചെയ്യും. സാപ്പ് വുഡും ഹാർഡ് വുഡും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡെഡ് ആയിട്ടുള്ള എലമെന്റ്സുകളൊക്കെ കംപ്രസ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഇത് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഹൈലി ഡെഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതുകൊണ്ട് നമ്മൾ സാപ്പ് വുഡൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഹാർഡ് വുഡ് എടുക്കാറ് മിക്കവാറും, അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള കാതൽ നമ്മളെപ്പോഴും പുറമെയുള്ള പലതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഗതികൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാതൽ കിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണ്. അതായത് സാപ്പ് വുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് ഏതായിരിക്കും? ഹാർഡ് വുഡ് ആയിരിക്കും എന്നുള്ളത് സത്യം. ഓക്കെ, അപ്പോൾ ഹാർഡ് വുഡ് ഒരിക്കലും വാട്ടർ കണ്ടക്ട് ചെയ്യില്ല. മനസ്സിലായോ? സാപ്പ് വുഡ് കണ്ടക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കും. പറഞ്ഞുള്ളൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ അനാട്ടമിയിൽ ഇത്രയും ഒരു ഫൈനൽ ലാപ്പിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ച് എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ബാക്കിലേക്ക് അടിക്കുക, കാര്യങ്ങൾ പറയാം. ഞാൻ പറയാം, നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുക, ഒരുപാട് വർക്ക് ചെയ്യണം. കാണാതെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ അറിയാമെങ്കിൽ അതും കൂടി ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുവരും, ക്വസ്റ്റ്യൻസ് ചെയ്യാം. മക്കളെ, നമ്മൾ അനാട്ടമിയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പോയി നോക്കാം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തേക്കാം. അപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇന്റർ കാലറി മെരിസ്റ്റം അവര് എന്താണ് ശരിക്ക്? പ്രൈമറി മെരിസ്റ്റ് അല്ലേ, സെക്കൻഡറി അല്ല, ലാറ്ററൽ അല്ല. സ്വാഭാവികമായിട്ടും അവർ പ്രൈമറി മെരിസ്റ്റ് ആണ്. ഒന്നില് എ. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ജസ്റ്റ് മെരിസ്റ്റം വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് സെക്കൻഡറി ടിഷ്യൂ. സെക്കൻഡറി ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റം. നോക്കാം. ഇൻട്രാഫെസിക്കുലാർ വാസ്കുലാർ കാമ്പിയം അത് ഓക്കെയാണ്, സെക്കൻഡറി മെരിസ്റ്റ് ആണ്. ഇന്റർഫെസിക്കുലാർ കാമ്പിയം, ഇൻട്രാഫെസിക്കുലാർ വാസ്കുലാർ കാമ്പിയം ലാറ്ററൽ മെരിസ്റ്റ് ആണ്. ഇന്റർഫെസിക്കുലാർ കാമ്പിയം ലാറ്ററൽ മെരിസ്റ്റ്, കോർക്ക് എല്ലാം ലാറ്ററൽ മെരിസ്റ്റ് ആണ്, സിലിണ്ടറിക്കൽ മെരിസ്റ്റ് ആണ്. എല്ലാവരും സെക്കൻഡറി ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കുലാർ കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം ആർ എക്സാമ്പിൾ ഓഫ്. വാസ്കുലാർ കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം അത് എന്തിന് എക്സാമ്പിൾ ആണ്? ലാറ്ററൽ മെരിസ്റ്റ് ആണ്. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് വാസ്കുലാർ കാമ്പിയം. നോക്ക്, റൂട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. വാസ്കുലാർ കാമ്പിയം, കോർ കാമ്പിയം ലാറ്ററൽ മെരിസ്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യം കൂടിയും, റൂട്ടിന്റെ വാസ്കുലാർ കാമ്പിയം കംപ്ലീറ്റ്ലി സെക്കൻഡറി ഒറിജിൻ ആണ്. സ്റ്റെമ്മിൻ്റെത് പാർഷ്യലി സെക്കൻഡറി ഒറിജിൻ ആണ്. അത് മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. പോയി നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇൻട്രാ ഓൾറെഡി ഉണ്ട്, ഇന്റർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വാസ്കുലാർ കാമ്പിയം കംപ്ലീറ്റ് വാസ്കുലാർ കാമ്പിയം ആവുന്നത്. ആരില്? സ്റ്റെമ്മിന്റെ കേസിൽ. റൂട്ടിൽ ഫുള്ളും സെക്കൻഡറി ഒറിജിൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റർഫെസിക്കുലാർ കാമ്പിയം ഈസ്
അതൊരു സെക്കൻഡറി മെരിസ്റ്റം ആണ്. രണ്ടാമത് ഒറിജിൻ വന്നതാണ്. മെഡുലറി റേസിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ബോത്ത് അപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം ആർ പ്രൈമറി മെരിസ്റ്റം. അസേഷൻ ശരിയാണ്. ബോത്ത് ഓഫ് ദിസ് മെരിസ്റ്റം അപ്പിയർ ഏർലി ലൈഫ് ഓഫ് പ്ലാന്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡി. അതിന്റെ റീസണും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എയിലേക്ക് പോകുന്നു. അറിയോ? ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ സിമ്പിൾ ടിഷ്യൂ ഫ്രം ദ ഫോളോവിങ്. സിമ്പിൾ ടിഷ്യൂ വളരെ എളുപ്പമാണ്. സിമ്പിൾ ടിഷ്യൂ ആണ് പാരൻകൈമ. എ ലിവിംഗ് മെക്കാനിക്കൽ ടിഷ്യൂ ഹാവിംഗ് സെല്ലുലോസിക് സെൽ വാൾ തിക്കണിങ്. സെല്ലുലോസ് ഉണ്ട്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ഒക്കെ ഉള്ളത് കോളൻകൈമയാണ്. ലിവിംഗ് മെക്കാനിക്കൽ ടിഷ്യൂ, പാരൻകൈമ അല്ല, ലിവിംഗ് മെക്കാനിക്കൽ ടിഷ്യൂ, ദാറ്റ് മീൻസ് ദാറ്റ് കോളൻകൈമ. ബി. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പ്ലാന്റ് ടിഷ്യൂ ഇൻ വിച്ച് ലിഗ്നിൻ ഈസ് ആബ്സെന്റ്. ലിഗ്നിഫൈഡ് സെക്കൻഡറി വാളിലൊക്കെ പ്രസന്റ് ആകുന്ന സൈലന്റ് ട്രക്കീഡ്സ് എന്തായാലും പറ്റില്ല, കാരണം ട്രക്കീഡ്സിൽ ലിഗ്നിൻ ഉണ്ട്. സ്ക്ലീറൻകൈമയിലുണ്ട്, സ്ക്ലീറൻകൈമ ഫൈബേഴ്സിലുണ്ട്. കോളൻകൈമയിൽ ലിഗ്നിൻ ഇല്ല, അതുകൊണ്ട് അത് 8. 9. സ്ക്ലീറൻകൈമ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. 9 ബി ആണ് ആൻസർ. 10. Sclerids are present in fruit wall of nuts, pulp of guava, pear, എല്ലാത്തിലും കാണുന്നു. 10 ഡി. 11. A living component of xylem. സൈലത്തിൽ ഒരുപാട് കോമ്പണൻസ് പറഞ്ഞിരുന്നു. അതിൽ ലിവിങ് കോമ്പണന്റ് ആയിട്ടുള്ളത് സൈലം പാരൻകൈമ. അതിന്റെ വേറെ പേരാണ് വുഡ് പാരൻകൈമ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. Which one consists of living cell? ലിവിങ് സെൽ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നത് കമ്പാനിയൻ സെല്ലാണ്. ഫ്ലോയത്തിലെ കമ്പാനിയൻ സെല്ലാണ്. ഫൈബേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം ഫൈബേഴ്സിന്റെ വേറൊരു പേര് NCERT ബാസ്റ്റ് ഫൈബേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ക്ലീറൻകൈമ കൊണ്ടുണ്ടാക്കിയത്. കമ്പാനിയൻ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീവിഡ് ട്യൂബുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. 14 ബി. 15. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇൻ മോണോകോട്ട് പ്ലാന്റ് കോളൻകൈമ ഒക്കർ ബിലോ ദി എപ്പിഡെർമിസ്. അത് തെറ്റാണ്. ബിലോ ദി എപ്പിഡെർമിസിൽ സ്ക്ലീറൻകൈമയാണ്. മോണോകോട്ടില് സ്ക്ലീറൻകൈമ ഇസ് ഡെഡ് ആൻഡ് ദസ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസ്റ്റ്. അത് ശരിയല്ലേ? സൈലം പാരൻകൈമ ലിവിങ്, അത് തെറ്റല്ലേ? കമ്പാനിയൻ സെല്ലാർ സ്പെഷ്യലൈസ്, അതും തെറ്റല്ലേ? അപ്പൊ ആൻസർ ഏതാ? ബി. 15 ബി. ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട്. ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽ, അതിനെ ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. മെഡുലറി റേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസ്. ഓക്കെ, മെഡുലറി റേസ് ഉണ്ടാക്കിയത് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. Vascular tissue of angiosperm differ from those of gymnosperm. Okay, angiosperm ജിംനോസ്പേമിൽ നിന്നും വ്യത്യാസമുണ്ട്. വാസ്കുലർ ടിഷ്യൂ ആൻജിയോസ്പേം ഡിഫർ ഫ്രം ദോസ് ഓഫ് ജിംനോസ്പേം ഇൻ പ്രസൻസ് ഓഫ് വെസൽ ഇൻ ദ സൈലം. അതൊരു കറക്റ്റ് ഫീച്ചറാണ്, ആൻജിയോസ്പേമിന്റെ ഫീച്ചറാണ്. വെൽ ഡെവലപ്ഡ് സീവിഡ് ട്യൂബ് ഇൻ ഫ്ലോയം, അതും ആൻജിയോസ്പേമിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. കമ്പാനിയൻ സെൽ, മറ്റോടത്ത് കമ്പാനിയൻ ഇല്ലല്ലോ, ആൽബുമിനസ് അല്ല, ഇത് എല്ലാം ഡിഫർ ആണ് അല്ലേ ജിംനോസ്പേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, ദ സൈലം ആൻഡ് ഫ്ലോയം സിറ്റുവേറ്റഡ് ഓൺ ഡിഫറെന്റ് റേഡിയായി. 19. 20. വാസ്കുലർ ബണ്ടിൽസ് ഇൻ ഡൈക്കോട്ട് സ്റ്റെംസ് ആർ കൺജോയിന്റ്, ഓപ്പൺ, കൊളാട്രൽ, എൻഡാർച്ച് എന്നൊക്കെ പറയാം. കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്, കൺജോയിന്റ് തന്നെ കൊളാട്രൽ ടൈപ്പ് ആണ്. ഞാൻ നേരത്തെ അങ്ങോട്ട് ഇത് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാസ്കുലർ ബണ്ടിൽ in dicot stem, open, collateral, endarch arrangement. A conjoined and open vascular bundle will be observed in the TS section of transverse section. Conjoined open ആണെങ്കിൽ അത് ഡൈക്കോട്ട് സ്റ്റെം ആണ്. 21 ഡി ആണ് ഓപ്ഷൻ. 22. What is a correct about monocot stem? Hypodermis sclerenchyma, vascular bundle closed, phloem parenchyma absent. ഇതല്ലേ ഫീച്ചേഴ്സ്. ഇപ്പോൾ മറ്റൊരു ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻകൈമ, വാസ്കുലർ ബണ്ടിൽ ഓപ്പൺ, ഹൈപ്പോഡെർമിസ് കോളൻകൈമ തെറ്റ്, ഹൈപ്പോഡെർമിസ് ക്ലോസ്ഡ്, ഫ്ലോയം പാരൻ. ഇതാണ് ആൻസർ. 22 എ ആണ് ആൻസർ. 23. ഇൻ ഡോർസി വെൻട്രൽ ലീവ്സ് ടൊമാറ്റോ ഒക്കർ ഈക്വലി ഓൺ ബോത്ത് സർഫേസ് ആണോ അതോ മോർ ഓൺ അപ്പർ ആണോ, പാലിസൈഡ് ഉള്ള സ്ഥലത്താണോ? നമുക്ക് ഫ്യൂവർ ഓൺ അപ്പർ സർഫേസ്,
മോർ ഓൺ ലോവർ സർഫേസ്. 23 ബി ആണ് എനിക്ക് നല്ല ഓപ്ഷനായിട്ട് ഫീൽ ചെയ്തത്. 24 ഇൻ എ ഡോർസി വെൻട്രൽ ലീഫ് ലൊക്കേഷൻ ഓഫ് പാലിസൈഡ് ടിഷ്യൂ ആൻഡ് ഫ്ലോയം ഈസ്. ഡോർസി വെൻട്രൽ ലീഫിൽ പാലിസൈഡ് നിൽക്കുന്നത് ഏത് സൈഡിലാണ്? അഡാക്സിയൽ സൈഡിൽ. അവിടെ വാസ്കുലാർ ബണ്ടിലിൽ ഇത് ഫ്ലോയം, ഇവിടെ സൈലം. ഓക്കെ, ഇത് ഫ്ലോയം. ഫ്ലോയം നിൽക്കുന്നത് അബാക്സിയൽ സൈഡിലാണ്. പാലിസൈഡ് അഡാക്സിയൽ, ഫ്ലോയം അബാക്സിയൽ. ഓക്കെ, ഇപ്പൊ കറക്റ്റായി. ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് പ്രസന്റ് ഓൺ അപ്പർ സർഫേസ് ഓഫ് ഗ്രാസ്, ദാറ്റ് ഈസ് ബുള്ളിഫോം സെൽസ്. മോട്ടോർ സെൽസ് എന്നൊക്കെ പറയും. ബുള്ളിഫോം സെൽസ് 25 ബി. 26 ഇൻ ഡൈക്കോട്ട് സ്റ്റം ദ സെൽ ഓഫ് കാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം. ഇതിനെന്താ നമ്മൾ വിളിച്ചിരുന്നത്? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. 26 എ. 27 in old trees the central dark colored non-conducting part of secondary xylem is hardwood. NCERT 27 a hardwood, non-conducting. Peripheral region of secondary xylem is lighter in color, also known as sapwood. ഇതിനെ sapwood എന്ന് വിളിക്കും, known as sapwood. And അതിന്റെ ഫംഗ്ഷൻ conduction of water and minerals. 28 D. 29 ഇൻ റൂട്ട്സ് ലാറ്ററൽ ബ്രാഞ്ചസ് ഗ്രോ ഫ്രം. എവിടെ നിന്നാണ് ലാറ്ററൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്? പെരിസൈക്കിളിൽ നിന്ന് ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ. 30 കളക്റ്റീവ് ടേം യൂസ്ഡ് ഫോർ ഫെല്ലോഡേം, ഫെല്ലോജെൻ, കോർക്കാമ്പിയം ആൻഡ് ഫെല്ലം ഈസ് പെരിഡേം. ഇതാണ് 30. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഒരു 3 മണിക്കൂറുകൾ നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ഡീൽ ചെയ്തു. വളരെ സ്വസ്ഥതയിൽ, വളരെ ഹാപ്പി ആയിട്ട് നീറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോസ് നിങ്ങളുടെ അറിവുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യാം. ഞങ്ങൾ യൂണിവേഴ്സൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടക്കം മുതലേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സലിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ തുടക്കത്തിലുള്ള സ്ലൈഡിൽ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ചാപ്റ്റേഴ്സ് എടുത്ത സമയത്തൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള ടാലൻറ്റ് സെർച്ച് എക്സാംസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവട്ടെ. നിങ്ങളുടെ അറിവിലേക്ക് ഈ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനെ ഇൻട്രസ്റ്റ് ഉള്ള, അത് ക്രാക്ക് ചെയ്യാൻ +1 +2 കൂടെ തന്നെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലേക്കൊക്കെ ചേരാൻ ടാലൻറ്റ് സെർച്ച് എക്സാമുകൾ എഴുതുക. എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നീറ്റ് എക്സാമിനോട് അപ്രോച്ച് ചെയ്യുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവട്ടെ. എല്ലാവരും അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യട്ടെ, എക്സാം എഴുതാൻ കഴിയട്ടെ.